സമാപന സമ്മേളനം തുടങ്ങുകയായി. എല്ലാവരും അവരുടെ ഇരിപ്പിടങ്ങളിൽ ഇരിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. അതോടൊപ്പം മൊബൈൽ ഫോൺസ് മ്യൂട്ടിലിടുവാനായും ഓർമ്മിപ്പിക്കുന്നു. സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന വിശിഷ്ട വ്യക്തികളായ ബഹുമാനപ്പെട്ട കേരള നിയമസഭ ഡെപ്യൂട്ടി സ്പീക്കർ ശ്രീ ചിറ്റയം ഗോപകുമാർ അവർക്കുള്ള വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ, യൂണിസെഫ് എമർജൻസി സ്പെഷ്യലിസ്റ്റ് ശ്രീ സർബ്ജിത് സഹോട്ട, ബഹുമാനപ്പെട്ട അധ്യക്ഷൻ പരിസ്ഥിതി സംബന്ധിച്ച സമിതി കേരള നിയമസഭ ശ്രീ ഇ കെ വിജയൻ MLA, ശാസ്ത്രജ്ഞൻ മുൻ സെക്രട്ടറി കേന്ദ്ര ഭൗമശാസ്ത്ര മന്ത്രാലയ ഡോക്ടർ M രാജീവൻ, ബഹുമാനപ്പെട്ട കമ്മീഷണർ ദുരന്ത നിവാരണം ഡോക്ടർ A കൗശികൻ, ബഹുമാനപ്പെട്ട ഡയറക്ടർ കേരള യൂത്ത് ലീഡർഷിപ്പ് അക്കാദമി ഡോക്ടർ ജെറോമിക് ജോർജ്, യൂണിസെഫ് ഓഫീസ് ചീഫ് സോഷ്യൽ പോളിസി കേരള ആൻഡ് തമിഴ്നാടു KL റാവു, എക്സിക്യൂട്ടീവ് ഡയറക്ടർ KLAM ശ്രീമതി മഞ്ജു വർഗീസ്. കേരള നിയമസഭയുടെ മീഡിയ ആൻഡ് പാർലമെന്ററി സ്റ്റഡീസ് വിഭാഗമായ KLAMസും യൂണിസെഫും സംയുക്തമായി സംഘടിപ്പിച്ച ക്ലൈമറ്റ് അസംബ്ലി ഫോർ ചിൽഡ്രൻ ആൻഡ് യൂത്ത് കേരള 2022 ഇന്ന് ബഹുമാനപ്പെട്ട കേരള ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഇപ്പോൾ അതിൻ്റെ സമാപന സമ്മേളനമാണ് നടക്കുവാൻ പോകുന്നത്. ഈ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നവരെ സ്വാഗതം ചെയ്യുന്നതിനായി യൂണിസെഫിന്റെ എമർജൻസി സ്പെഷ്യലിസ്റ്റ് ശ്രീ സർബ്ജിത് സഹോട്ടയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. Hello. Good afternoon, friends. It's been an incredible learning experience today. Particularly, I guess you also share the same experience with me. Particularly, all our children have been highly inspired and inspiring. It's been great listening to you. And now we are in the end of the session, the whole day. Now we're going to crystallize in this valedictory session. And I'm privileged on behalf of UNICEF and on behalf of the assembly here. We are privileged to invite Shri Chitem Gopakumar, Honorable Deputy Secretary, Kerala Legislative Assembly. Thank you, sir, for being with us. Then we have the Honorable Leader of Opposition. Now, that's a great tradition that we have everyone here. For Kerala, we need an all-society approach. And all society means everyone. And, sir, thank you so much. Shri V.D. Satishan ji, welcome to the valedictory function. Honorable Chairman, Environment Committee, Legislative Assembly, Shri E.K. Vijayanji, your leadership for climate action will be very, very important, and thank you for being here. We welcome Dr. Kaushigan, IAS, Commissioner Disaster Management. He's taken up this new role in Kerala, and I welcome, sir, first of all. And your leadership for being prepared to handle all the extreme events in Kerala. I think we are looking forward to your leadership.
Jerome is missing most probably. Then our own colleague and our leader here in South India, Shri L. K. Rao ji, welcome. And welcome Srimati Manju Varghese, Executive Director, Kerala Legislative Assembly, Media and Parliamentary Studies. They've been a great supporter and partner in this whole event. Welcome to the valedictory function. Over to you, ma'am. Thank you, sir. അധ്യക്ഷ പ്രസംഗത്തിനായി ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി സ്പീക്കർ ശ്രീ ചിറ്റയം കൂപ്പകുമാർ അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ, ശ്രീ സർബജിത് സിംഗ് സഹോദ, ശ്രീ കെ വിജയൻ MLA, ചെയർമാൻ ഓഫ് പരിസ്ഥിതി നിയമസഭാ കമ്മിറ്റി, ശ്രീ ഡോക്ടർ എം രാജീവൻ, ശ്രീ ഡോക്ടർ ഹൗസിംഗ് IAS, ശ്രീ ഡോക്ടർ ജെർമിക് ജോർജ് IAS, ശ്രീ അർജുൻ ദേവായ്, ശ്രീ കെ എൽ റാവു, ശ്രീമതി മഞ്ജു വർഗീസ്, സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട കുട്ടികളെ, സഹോദരി സഹോദരന്മാരെ, യുനിസെഫും കേരള നിയമസഭയും സംയുക്തമായി സംഘടിപ്പിച്ച നാം എന്ന കാലാവസ്ഥ അസംബ്ലിയുടെ സമാപന സമ്മേളനമാണ് ഇവിടെ ചേരുന്നത്. പൊതുവിദ്യാഭ്യാസം, ഉന്നത വിദ്യാഭ്യാസം, പരിസ്ഥിതി കാലാവസ്ഥ വ്യതിയാനം, റവന്യൂ, ആരോഗ്യം, തദ്ദേശ സ്വയംഭരണം, വനിതാ ശിശു വികസനം എന്നീ വകുപ്പുകളുടെയും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് സ്റ്റഡീസിൻ്റെയും പങ്കാളിത്തത്തോടെയാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ പരിപാടിയുടെ ഭാഗമായി നിങ്ങളോട് സംസാരിക്കാൻ കഴിഞ്ഞതിലേറെ സന്തോഷമുണ്ട് എനിക്ക്. ഈ പരിപാടിയുമായി സഹകരിക്കുന്ന യുനിസെഫ് ഉൾപ്പെടെയുള്ള എല്ലാ ഏജൻസികളെയും ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികളെയും യുവാക്കളെയും ഞാൻ പ്രത്യേകമായി അഭിവാദ്യം ചെയ്യുന്നു. പരിസ്ഥിതി സംരക്ഷണം എന്നിവ സംബന്ധിച്ച് അന്താരാഷ്ട്ര ഉടമ്പടികൾ, പഠന റിപ്പോർട്ടുകൾ എന്നിവയെക്കുറിച്ചൊന്നും ഞാൻ പരാമർശിക്കുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട് രാവിലെ മുതൽ നടക്കുന്ന ടെക്നിക്കൽ സെക്ഷനുകളിൽ ഇക്കാര്യങ്ങൾ വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ടാവും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. നിങ്ങളുടെ മൊബൈൽ ഫോണിൽ വിരൽ തൊട്ടാൽ പരിസ്ഥിതി സംബന്ധിച്ച് ചോദിച്ചതിനപ്പുറം വിവരങ്ങൾ നിങ്ങൾക്ക് കിട്ടും. പക്ഷേ ഒന്ന് വിരൽ തൊട്ടാൽ കൂമ്പി അടയുകയും വീണ്ടും വിടരുകയും ചെയ്യുന്ന തൊട്ടാവാടിയാണ് പ്രകൃതി. മരത്തിൻ്റെ നിറം സ്വന്തം നിറമായി മാറ്റുന്ന ഓന്തും മരത്തവളയും ചേരുന്ന പ്രകൃതിയാണ് നമ്മളെ നിലനിർത്തുന്നത്. സൃഷ്ടിക്കാനും നിലനിർത്താനുമുള്ള പ്രകൃതിയുടെ മാസ്മരിക വൈഭവത്തിന് പകരം വയ്ക്കാൻ മറ്റൊന്നുമില്ല. അതാണ് സത്യം, ജീവൻ്റെ സത്യം. ഒരു കാലത്ത് മറ്റു രാജ്യങ്ങളുടെ പ്രകൃതി ദുരന്തങ്ങൾ നമുക്ക് വായനാ അനുഭവങ്ങളായിരുന്നു. ഞാൻ ഓർക്കുന്നത് എൻ്റെ കുട്ടിക്കാലത്ത് വെള്ളപ്പൊക്ക സമയത്ത്, കൊടിയ വരൾച്ചയുടെയൊക്കെ ആ കാലത്ത് വടക്കേലിൽ നിരവധി ആളുകൾ നമ്മുടെ നാട്ടിലെത്തുമായിരുന്നു. പ്രകൃതി തന്ന സുരക്ഷിതത്വത്തിനും സുഭിക്ഷതയിലും കേരളം അഹങ്കരിച്ചിരുന്നു.
ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് നമ്മൾ അഭിമാനിച്ചിരുന്നു. കുടിവെള്ളം വില കൊടുത്ത് വാങ്ങുന്ന വിദേശ രാജ്യങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ നമ്മളെ അലോരസപ്പെടുത്തിയിരുന്നില്ല. സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ പുഴവെള്ളം കൈക്കുമ്പിളിൽ കോരിയെടുത്ത് നമ്മൾ സ്വാദോടെ കുടിച്ചിരുന്നു. ജീവവായു, ഓക്സിജൻ വില കൊടുത്ത് വാങ്ങുന്ന വിദേശ വാർത്തകൾ പുഴയോരത്തും പറമ്പിലും ശുദ്ധമായ കാറ്റത്തിരുന്ന് നമ്മൾ വായിച്ചിരുന്നു. ഇന്ന് നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു എന്ന് ഓരോരുത്തരും ചിന്തിക്കേണ്ടുന്ന ഒരു കാലമാണ് സംജാതമായിരിക്കുന്നത്. വർഷത്തിൽ പലപ്പോഴും മാത്രം ചെറുതായി പിണങ്ങിയിരുന്ന ഒരു സുന്ദരിയായിരുന്നു നമ്മുടെ അറബിക്കടൽ. എന്നാൽ ഇന്ന് ആ അറബിക്കടൽ ന്യൂനമർദ്ദവും ക്ഷോഭവും ഒഴിഞ്ഞു കാണാനേയില്ല. പ്രകൃതിയോട് മനുഷ്യൻ ചെയ്ത ക്രൂരതകളോട് അതേ നാണയത്തിൽ പ്രകൃതി തിരിച്ചടിക്കുന്ന കാഴ്ചയാണ് നമ്മളിന്ന് കാണുന്നത്. പുഴകളും തണ്ണീർത്തടങ്ങളും വറ്റിവരണ്ടു. ആഗോളതാപനവും കാലാവസ്ഥാ മാറ്റവും അനിയന്ത്രിതമായി തുടർന്നുകൊണ്ടിരിക്കുന്നു. അടിക്കടി ഉണ്ടാകുന്ന പ്രകൃതിക്ഷോഭങ്ങൾക്ക് മുമ്പിൽ നാം പകച്ചു നിൽക്കുന്നു. പരിസ്ഥിതി സംരക്ഷിക്കാതെ ഭൂമിയിൽ വരും തലമുറയ്ക്ക് മാത്രമല്ല ഇപ്പോഴുള്ള തലമുറയ്ക്കും ജീവിക്കാൻ ആവില്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. നമ്മൾ കെട്ടിപ്പൊക്കിയ കോൺക്രീറ്റ് കാടുകൾ തൂത്തെറിയാൻ പ്രകൃതിക്കൊരു കുലുക്കം കൊണ്ട് സാധിക്കും. കടലിലേക്ക് നാം വലിച്ചെറിഞ്ഞ മാലിന്യ കൂമ്പാരങ്ങൾ തിരിച്ച് കടപ്പുറത്തോ നിങ്ങളുടെ മണിമാലകൾക്ക് മുമ്പിലോ എത്തിക്കാൻ പ്രകൃതിക്ക് ഒരു ശക്തമായ തിര മാത്രം മതിയാകും. സുനാമിയും ഓക്കിയും നമുക്ക് നമ്മുടെ മുമ്പിൽ തെളിവായിട്ടുണ്ട്. ഐക്യരാഷ്ട്ര സംഘടനയുടെ കണക്കുകൾ പ്രകാരം ലോകം കടുത്ത ഭക്ഷ്യക്ഷാമത്തിലേക്ക് പോവുകയാണ്. കൊടിയ വരൾച്ചയും ദാരിദ്ര്യവും നമ്മളെ കാത്തിരിക്കുന്നു. കപ്പയും വാഴയും തേങ്ങയും ചേനയും ചേമ്പും കാച്ചിലും ചെറുവള്ളിക്കിഴങ്ങും നെല്ലും എള്ളും ഉഴുന്നും പയറും എല്ലാം നമ്മുടെ പറമ്പുകളിൽ ഉണ്ടായിരുന്നു. വാട്സപ്പും ഫേസ്ബുക്കും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും വിശപ്പിന് പരിഹാരമാകുമോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഈ കാലഘട്ടം. അരികയറ്റിയ ലോറികൾ ഒരാഴ്ച കേരളത്തിലേക്ക് വന്നില്ലെങ്കിൽ നമ്മൾ എന്തു ചെയ്യും എന്ന് നാം ആലോചിച്ചിട്ടുണ്ടോ? ആലോചിച്ച് കാത്തിരിക്കാൻ ഇനി സമയമില്ല. ആദ്യം ഒരു മരച്ചീനി തണ്ട് തലകീഴാതെ മണ്ണിൽ നടാൻ നമുക്ക് പഠിക്കാം. അത് കഴിഞ്ഞിട്ടാവണം മറ്റെന്തും നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. ആഗോളതാപനത്തിനും കാലാവസ്ഥാ വ്യതിയാനത്തിനും പ്രകൃതി മലിനീകരണത്തിനും മഹാമാരികൾക്കും എതിരെയുള്ള യുദ്ധം ആഗോളതലത്തിൽ ഒരുമിച്ച് നിന്ന് പൊരുതി ജയിക്കേണ്ട ഒന്നാണ്. ചന്ദ്രനിലിറങ്ങി ചൊവ്വയിലേക്ക് റോബോട്ടുകളെ അയച്ച് അന്യഗ്രഹങ്ങളെക്കുറിച്ച് ഗവേഷണങ്ങൾ നടത്തുന്നു. പ്രപഞ്ചത്തിലെ അനന്ത സാധ്യതകളെക്കുറിച്ചുള്ള അറിവിൻ്റെ ലോകം തുറക്കുന്ന മനുഷ്യന് സ്വന്തം ഗ്രഹമായിട്ടുള്ള ഭൂമിയിലെ വിഭവങ്ങളെ സംരക്ഷിക്കാനും പരിപാലിക്കാനും കഴിയണം. അമിതമായ രാസവള പ്രയോഗവും അശാസ്ത്രീയമായ കൃഷിരീതികളും മത്സ്യങ്ങളെയും ജല ആവാസ വ്യവസ്ഥയും ഇല്ലാതാക്കുമെന്ന് പറഞ്ഞപ്പോൾ നമ്മളത് ചിരിച്ചു തള്ളി. കടലുകളിൽ മത്സ്യങ്ങൾ ഇല്ലാതാകുമെന്ന് പറഞ്ഞവരെ നമ്മൾ ആക്ഷേപിച്ചു. വയലിലോ ചെറിയ നീർച്ചാലിലോ കൈവച്ചാൽ കൈക്കുമ്പിളിൽ ചെറുമീനുകൾ നീന്തി തുടിക്കുമായിരുന്ന മാനത്തുകണ്ണിയും പരലും കരട്ടിയും പിന്നെ ഒരു വാൽമാക്രിയും ഇന്ന് നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു? ഇന്നത്തെ കുട്ടികൾ എത്ര പേർ മാനത്തുകണ്ണിയെ കണ്ടിട്ടുണ്ട്? അവർക്ക് കാണാനേ ഇന്ന് മാനത്തുകണ്ണിയില്ല. ആദ്യം നമ്മൾ വീടിനകം ടൈലിട്ട് ഭംഗിയാക്കി, പിന്നെ ടൈലുകൾ മുറ്റത്തേക്ക് ഇറങ്ങി, പിന്നെ അത് പറമ്പുകളിലേക്കും വഴികളിലേക്കും വളർന്ന് കാലിൽ ചെളി പറ്റാതിരിക്കാനാണ് നമ്മൾ ഈ അഭ്യാസമെല്ലാം കാട്ടിയത്. പക്ഷേ നമ്മൾ അകറ്റി നിർത്തിയ ചെളിയും ചേറലുമാണ്. അവിടെ മാത്രമാണ് വിത്തുകൾ മുളയ്ക്കുന്നത്. ഇല നീട്ടി തരുശാഖികൾ പടർത്തി പ്രകൃതിയുടെ സാന്ദ്ര സംഗീതമായി ശ്വാസകോശങ്ങളായി അവർ മാറുന്നത് 5ാം ക്ലാസ്സിലെ കുട്ടിയെ പാലായിൽ ഓൺലൈൻ എൻട്രൻസ് ക്ലാസ് നയിക്കുന്ന നമ്മൾ ഇത് ഓർക്കണം. പരിസ്ഥിതി ദിനത്തിലെ ഇത്തിരി സ്നേഹത്തിനപ്പുറം പരിസ്ഥിതി സംരക്ഷിക്കണം എന്ന് നമ്മുടെ അജണ്ടയിൽ വരുന്നില്ല. പരിസ്ഥിതി ദിനങ്ങളിൽ നാം നട്ടുപിടിപ്പിച്ച മരങ്ങളെല്ലാം വളർന്നിരുന്നുവെങ്കിൽ നമ്മുടെ കാടുകൾ വലിയ കാടായി മാറുമായിരുന്നു. പരിസ്ഥിതി ദിനത്തിൽ മാത്രം കാണിക്കുന്ന ചിത്രത്തിലെ മരമല്ല
പരിസ്ഥിതി എന്ന് നാം തിരിച്ചറിയണം. ഇതൊരു ജീവൽ പ്രശ്നമായി കാണാൻ നമുക്ക് കഴിയണം. ജീവിതത്തിൻ്റെ ഭാഗമായ പരിസ്ഥിതിയെ കാണാൻ ആദിമ ജനതയ്ക്ക് മാനസിക വളർച്ചയുണ്ടായിരുന്നു. അവർ കാണിച്ച പ്രകൃതിബോധമാണ് ഹരിതാഭമായ ഒരു ഭൂമിയിൽ ജീവിക്കാൻ നമുക്ക് ഭാഗ്യം നൽകിയത്. എന്നാൽ വികസനം എന്നാൽ മനുഷ്യൻ മാത്രം ബാക്കിയാകുന്നതാണ് എന്ന ധാരണ ഇന്ന് അപകടകരമായി വളർന്നിരിക്കുന്നു. പരിസ്ഥിതിക്കായുള്ള മുന്നേറ്റങ്ങളെയും സമരങ്ങളെയും വികസന വിരുദ്ധമെന്ന് മുദ്രകുത്തി അടിച്ചമർത്താൻ ശ്രമം നടക്കുന്നു. മണ്ണും മരവും പുഴകളും തുടങ്ങി പ്രകൃതിയുടെ അവയവങ്ങളെല്ലാം നശിപ്പിച്ചുകൊണ്ടാണ് മനുഷ്യൻ ആധുനികതയെ ആഘോഷിക്കുന്നത്. ശോഷിച്ച ഭൂമിയും ശുഷ്കമായ വിഭവങ്ങളും ആണോ വരും തലമുറയ്ക്ക് നാം കൈമാറേണ്ടത് എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഭൂമിയെ പിന്നിലാക്കിക്കൊണ്ട് വികസനത്തിൻ്റെ പാതയിൽ മുന്നേറാൻ അധികകാലമൊന്നും മനുഷ്യന് സാധിക്കുകയില്ല. ശുദ്ധമായ ജലവും വായുവും മണ്ണും നമ്മുടെ അവകാശമാണ്. പക്ഷേ ഇവയെ സംരക്ഷിക്കേണ്ടതും നമ്മൾ തന്നെയാണ്. പ്രകൃതി സംരക്ഷണവും ആരോഗ്യ പരിപാലനവും വ്യക്തിശുചിത്വവും എല്ലാം ഒരു നിതാന്ത ജാഗ്രതയോടെ ഉണ്ടാകേണ്ടതാണ്. 14ാം കേരള നിയമസഭയുടെ കാലയളവിൽ ശ്രീ മുല്ലക്കരത്നാകരൻ്റെ അധ്യക്ഷനായ നിയമസഭാ പരിസ്ഥിതി സമിതി ഒരു സ്മരണിക പുറത്തിറക്കിയിരുന്നു. അതിൽ സുഗതകുമാരി ടീച്ചറിൻ്റെ ഒരു ലേഖനം ഉൾപ്പെടുത്തിയിരുന്നു. അത് അവസാനിക്കുന്നത് സാമാജികരോടും ഭരണകർത്താക്കളോടുമുള്ള ഒരു അഭ്യർത്ഥനയോടെയാണ്. അത് മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഈ ഭൂമിയിലെ സർവ്വജീവജാലങ്ങളും നിലവിളിക്കുന്നു, പരിഭ്രമിക്കുന്നു, ആവശ്യപ്പെടുന്നു. വായു വിശുദ്ധമായി സൂക്ഷിക്കുക, ഭൂമിയെ കോൺക്രീറ്റ് വനമായി മാറ്റാതിരിക്കുക, മണ്ണും വെള്ളവും അന്നവും വിഷം കൊണ്ട് നിറയ്ക്കാതിരിക്കുക, നിങ്ങളുടെ സർവപക്ഷങ്ങളായ ആയുധ ശേഖരങ്ങളെ മുടിച്ചു കളയുക. പ്രിയപ്പെട്ട നിയമസഭാ സാമാജികരെ, നാടുവാഴുന്നവരെ, കാടിന് തീ പിടിച്ചു കഴിഞ്ഞു. അത് വീണ്ടും വീണ്ടും വിളിച്ചു പറഞ്ഞ് ഈ കാട്ടുകിളി നിങ്ങളെ എന്നും ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. സുഗതകുമാരി ടീച്ചർ ഇന്ന് നമ്മോടൊപ്പമില്ല. അരുത് എന്ന് പറയേണ്ടപ്പോൾ അത് ഉറക്കെ പറയാൻ നമുക്ക് കഴിയണം. ഇല്ലെങ്കിൽ നാളെ അതോർത്ത് പശ്ചാത്തപിക്കാൻ നമ്മളോ ഈ ഭൂമിയിൽ ഉണ്ടാകില്ല. 50 വർഷങ്ങൾക്കപ്പുറം കേരളം മരുഭൂമിയുടെ കാലാവസ്ഥയിലേക്ക് മാറുമോ എന്ന ചോദ്യം കേട്ട് നമ്മൾ പരിഹാസത്തോടെ ചിരിക്കുന്നു. കുടിവെള്ളവും ജീവവായുവും വില കൊടുത്ത് വാങ്ങേണ്ടി വരും എന്ന് പറഞ്ഞപ്പോൾ ചിരിച്ച അതേ ചിരി. പ്രിയപ്പെട്ട കുട്ടികളെ, ചോര തുടിക്കുന്ന ചെറുകൈകളെ, ലോഹവും കാലവും ഉറ്റുനോക്കുന്നത് നിങ്ങളിലേക്കാണ്. ഈ കൊച്ചുവട്ടത്തെ, ഈ ചെറിയ ഭൂമിയെ ജീവിക്കാവുന്ന ഒരിടമായി, ലിവബിൾ എർത്ത് നമുക്ക് നിലനിർത്താം. അതിനായി ചിലത് ത്യജിക്കാം, ചിലത് സൃഷ്ടിക്കാം. നന്ദി, നമസ്കാരം. നന്ദി സർ. ഇന്നിവിടെ 3 ടെക്നിക്കൽ സെഷൻസ് ആണ് നടത്തിയത്. ആ ടെക്നിക്കൽ സെഷൻസിലെ ചർച്ചയിലൂടെയും സംവാദങ്ങളിലൂടെയും ഉരുത്തിരിഞ്ഞ ആശയങ്ങളും തുടർ പ്രവർത്തനങ്ങളും സംബന്ധിച്ച് കുട്ടികളുടെയും യുവാക്കളുടെയും വിഷയ അവതരണമാണ് ഇപ്പോൾ നടക്കുന്നത്. അതിനായി അനീഷ് ഷാജി ബാലസംരക്ഷണം എന്ന വിഷയത്തെപ്പറ്റി സംസാരിക്കുവാനായി ക്ഷണിക്കുന്നു. അനഘ എസ് കുമാരി വാഷ് എന്നുള്ള വിഷയത്തെപ്പറ്റി, ആതിരാജി, സൗരഭ് സന്തോഷ്, നിതീഷ് എൻ രുചി. Good afternoon all. I stand here representing Group 1 WASH, that is Water Sanitation and Hygiene. During the session, these are the important points that came up. The following 3 areas may be prioritized by the government and implementation agencies. Improve the skills of youth and children in climate resilient WASH, such as water conservation, water resource management and waste management, and involve them in the implementation of flagship programs. Consider and make students youth ambassadors for a sustainable menstrual campaign, which is an important element for WASH and women's health. Establish a state-level youth and children's platform in which a climate resilient WASH
core team can be established. Youth and children may focus on the following 3 areas. Take an active part in the GREAT protocol, waste conservation and waste management promotion at household and community level. Work with government for the implementation of solid and liquid waste management programs, community awareness, plastic waste management. Local Self-Government Department Principal Secretary Sharmila Ma'am also highlighted the role of local self-government in incorporating climate-resilient WASH into village level and capacity buildings. Involvement of youngsters and children in better IEC, information, education and communication awareness campaigns. Better waste management system through proper segregation and efficient utilization of existing resources. Thank you. Thank you, Annika. The next person can come forward, introduce and speak. Good evening to one and all present here. Today I, Saur Santosh, representing Kerala Civil Defence Corps, feel honored to present the ideas and suggestions on actions on climate change and its impact on health and nutrition based on the parallel seminar held today. The first challenge, which was raised by one of my fellow beings, was based on the mental health issues faced by the vulnerable community, specifying to LGBT during the climate-related aspects. The solutions which came up during the discussion was the assessment based on the questionnaires, the referrals as per the result of the questionnaires, and the psychological support which can be provided through the support of the district mental health program. These are some of the aspects which we can bring to the upcoming society, or the hot topic which is being discussed today in our society. The next issue which was raised was regarding the rural health services, the services of the the government to provide its health-related supports to the basic or to the grassroots level. The rural health, the support of the rural health services can be provided to the grassroots level with the support of Ardhram Mission, the functions of the Arogya Sena, and by adding support of the volunteers from the support of the medical education institutions, giving a positive side to the medical and other and social supports. Adding medical support will give a clean action, or the CMSS, the Community Medical and Social Services, which supports the cause. The modification in educational curriculum to meet the emerging aspects of the society is one of the major aspects of the same. Then comes the other question, the health preparedness during disaster. Representing civil defense, we are one of the most frontline workers working in the fields to face the same. The disaster management is one of the major key aspects which comes forward for the same. The mass casualty handlings and management is one of the key aspects of health departments and health fields where the hospitals can be overcrowded during a disaster scene. The data management and the processing and the requirement feasibility processes are one of the major aspects of the same. The search preparation in hospitals and the triage management systems has to be made prompt and functional enough in order to bring out the best output for the same. That's what we have discussed today. Thank you. The next person, please. കാലാവസ്ഥാ വ്യതിയാനവും കുട്ടികളുടെ സംരക്ഷണവും എന്ന വിഷയത്തെക്കുറിച്ച് സെലക്ട് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ കാലാവസ്ഥാ വ്യതിയാനം മൂലം നമ്മുടെ സമൂഹത്തിൽ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതായത് കാലാവസ്ഥാ വ്യതിയാനം മൂലം വെള്ളപ്പൊക്കം, മണ്ണിടിച്ചിൽ, വരൾച്ച, അങ്ങനെയുള്ള പല ദുരന്തങ്ങൾ വരുമ്പോഴും അത് കൂടുതലായും സാധാരണക്കാരായ ജനങ്ങളിൽ കുട്ടികളെയാണ് ബാധിക്കുന്നത്. കുട്ടികളെ ബാധിക്കുമ്പോൾ കുട്ടികളിലെ ശാരീരികവും മാനസികവുമായുള്ള എല്ലാ മേഖലകളെയും അത് പ്രതികൂലമായി ബാധിക്കുന്നു. കുട്ടികളുടെ വിദ്യാഭ്യാസ മേഖലയും അതുപോലെ തന്നെ ആരോഗ്യ മേഖലയും എല്ലാം അത് പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്.
കുട്ടികൾക്ക് ശരിയായ രീതിയിലുള്ള എഡ്യൂക്കേഷൻ, ഇപ്പോൾ ഫ്ലഡൊക്കെ വരുമ്പോഴത്തേക്കും കുട്ടികൾക്ക് നല്ല രീതിയിൽ എല്ലാ കുട്ടികൾക്കും എഡ്യൂക്കേഷൻ ആക്സസിബിൾ ആകുന്നില്ല. കാരണം ഓൺലൈൻ ക്ലാസ്സസ് ഒക്കെ വരുമ്പോൾ അത് സമൂഹത്തിലെ ഒരുവിധം ഇപ്പം ട്രൈബൽ കമ്മ്യൂണിറ്റി അതുപോലുള്ള മറ്റ് ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് അവർക്കെല്ലാം അത് ആക്സസിബിൾ ആവണം എന്നില്ല. പിന്നെ സൊസൈറ്റിയിൽ ഇപ്പോൾ ഇത്തരം സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ മുൻപോട്ട് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയും കുട്ടികളുടെ ഗ്രൂപ്പ് തന്നെ ഓരോ പഞ്ചായത്ത് ലെവലിലും ഓരോ വാർഡുകളിലും കുട്ടികളുടെ ഗ്രൂപ്പ് തന്നെ അതിനെ ഇനീഷ്യേറ്റീവ് എടുത്ത് വേണ്ട കാര്യങ്ങൾ ചെയ്യുകയും കുട്ടികളെ കൂടി പരിഗണിക്കുകയും അവരുടെ താല്പര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുകയും ചെയ്യുക. അതുപോലെ തന്നെ അടിസ്ഥാനപരമായി സ്കൂളുകളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക, സ്പെഷ്യൽ സ്കൂളുകൾക്കും മറ്റും വേണ്ട വിധത്തിലുള്ള പ്രോത്സാഹനങ്ങൾ നൽകുക. അതുപോലെ തന്നെ ടീച്ചേഴ്സും ബഡ്ഡി സിസ്റ്റം പോലുള്ളവയൊക്കെ നല്ല രീതിയിൽ, അതുപോലെ ടീച്ചേഴ്സും സ്റ്റുഡൻസും തമ്മിൽ നല്ല ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കുക. അതുവഴിയെല്ലാം നമുക്ക് കുട്ടികളെ ഒരുവിധം സംരക്ഷിക്കാനും അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കാനും സാധിക്കും. നാളത്തെ സമൂഹത്തിൻ്റെ വാഗ്ദാനങ്ങളാണ് കുട്ടികൾ. അപ്പോൾ അവരെ സുരക്ഷിതരാക്കുക, അവർക്ക് സാമൂഹികവും സാമ്പത്തിക വിദ്യാഭ്യാസപരമായിട്ടുള്ള ആരോഗ്യപരമായിട്ടുള്ള എല്ലാ പിന്തുണയും നൽകുക എന്ന് ഉദ്ദേശിക്കുന്നു. A very good evening to all respected dignitaries sitting here. My name is Nidish, and we were given a topic on how education as a sector can help in mitigation of climate change. So we were basically given 3 questions, and the first question was, what would I do if I was elected as the Education Minister for School Safety? So this will be presented by Ruchi and Sandra. The local government should, like the panchayat, should be given training along with the special schools as well as the normal school students. Special schools students awareness കൊടുക്കുകയും അവർക്ക് ഒരു ഡിസാസ്റ്റർ സംഭവിച്ചാൽ എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളതിന് ട്രെയിനിങ് കൊടുക്കുകയും ചെയ്യണം. NCC, NSS പോലത്തെ ക്ലബ്സിന് ട്രെയിനിങ് കൊടുക്കണം, അവർക്ക് അവയർനെസ് കൊടുക്കണം. ഒരു ഡിസാസ്റ്റർ സംഭവിച്ചാൽ അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാമെന്ന് സ്റ്റുഡൻസിന് പഠിപ്പിച്ചു കൊടുക്കണം. ഇൻ കേസ് ഒരു സ്റ്റുഡൻറ്റ് മരം വെട്ടുകയാണ്, മരം വെട്ടുന്നത് കണ്ടു, അല്ലെങ്കിൽ ഒരു സ്ഥലം ഡേർട്ടിയാക്കുന്ന കണ്ടു എങ്കിൽ അവരെ വിളിക്കുകയും അവർക്ക് പണിഷ്മെൻറ്റ് കൊടുക്കുകയും അവർക്ക് ട്രെയിനിങ്ങും അവയർനെസ്സും കൊടുക്കുകയും ചെയ്യണം. അതേപോലെ തന്നെ സ്റ്റുഡൻ്റ് ഒരു മരം വെച്ചു, അങ്ങനെ ഒരു ടീച്ചർ കണ്ടു കഴിഞ്ഞാൽ സ്റ്റുഡൻറ്റിന് റിവാർഡ് കൊടുക്കുകയും അവർക്ക് അപ്രീസിയേഷൻ കൊടുക്കുകയും ചെയ്യണം. താങ്ക് യു. Thank you. We can adopt eco-friendly teaching. For instance, rather than teaching inside a classroom, we can take our students outside the classroom, and we can engage them more towards activity-based learning rather than rote learning. Like a session was like, we can about the food wasting composting can be taught by actually having a practical section at the school backyard about how it's actually done, and as per the midday meal scheme, there will be a lot of food waste. So students can be taught about how that can be converted into biomass, and about its working, and about the importance of organic farming. And also, our textbooks are unfortunately very outdated, and it should be dynamic. It should include current aspects. For instance, recently IPCC have released this assessment report. So these things need to be communicated well with the children so that they can also be an active stakeholder participants. And
learning and teaching can be more can be done in a more interactive way, like by including video classes, and that way they can comprehend many things. And also, at least once in a day, there should be a class on environment, because like there should be proper planning, timetable should be there, and a mock drill can be conducted in every week regarding the importance of disaster preparedness and also its related facts. And the third question we were given was, how can students participate in mitigating emotional effects of climate change? Now, for that, one of our suggestions was creating empathy for students through arranging visits to affected population. Like, for instance, if there is a tsunami-affected village, we can conduct a visit, school visit, so that the students will be able to get the first-hand experience of what actually happened there. So, rather than seeing it in news or unless and until you have that, you see that with your naked eyes, and you have that impact, like how it really affected the people there. So that will create a good change. And also, better mutual support should be there. For instance, one of our suggestions was like we can set up a helpline organized by students itself, so that they will have better communication among themselves. So, and also self-determination to stay strong and being positive during these challenges. And finally, I would like to conclude by saying that inclusive development is very important, because that is a key driving factors in especially in education, because including vulnerable people, LGBT, marginalized community, and differently abled, economically weaker section, that is very important, because because if we want to make students as the torch bearers for tomorrow's climate action, then ultimately, because why we need inclusiveness is because we are all in it together. Why? Because we have only one earth. And thank you. First of all, namaste to all distinguished guests. ഞാനിവിടെ ക്ലൈമറ്റ് ആൻഡ് യൂത്ത് ആക്ഷൻ ഗ്രൂപ്പിനെ റെപ്രസെൻറ്റ് ചെയ്ത് വന്നതാണ്. ആദ്യം തന്നെ നമ്മളുടെ മെമ്പർ സെക്രട്ടറി കേരള ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയുടെ ശേഖർ സാറിന് ഞാൻ നന്ദി അറിയിക്കുന്നു. We had a heated discussions on a lot of topics related to man-made climate change and the impending disaster that we are suffering right now. നമ്മൾ മാത്രമല്ല, the future generations to come too. So, firstly, നമ്മൾ കുറച്ച് പോയിന്റ്സ് നോട്ട് ചെയ്തതിൽ കപ്പാസിറ്റി ബിൽഡിംഗ് എന്നുള്ള പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കിപ്പോൾ അറിയാം, അവയർനെസ് ഇപ്പോൾ കുട്ടികളുടെ ഇടയിൽ സ്കൂൾ തലത്തിലും നമ്മൾ അവയർനെസ് കൊടുക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു അവയർനെസ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. എൻ്റെ ഒരു ട്രെയിൻ യാത്ര തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളം വരെ ഒരു ട്രെയിൻ യാത്രയിൽ ഒരു ഫാമിലി കയറി. അതിനകത്ത് ലേസ് പാക്കറ്റ്സ്, പ്ലാസ്റ്റിക് പാക്കറ്റ്സ് എല്ലാം ഉണ്ടായിരുന്നു. ആ ഫാമിലിയിലെ ഏറ്റവും മുതിർന്ന ആൾ ആ കുട്ടിയുടെ കയ്യിലേക്ക്, കുട്ടിയായിരുന്നു വിൻഡോ സീറ്റിലിരുന്നത്, ഇത് ജസ്റ്റ് പുറത്തേക്ക് കളയാൻ പറയുന്നു. കുട്ടി പറയുന്നു, അമ്മ ഇത് വേസ്റ്റ് അല്ലേ, ഇത് വേസ്റ്റ് ബിന്നിലല്ലേ കൊണ്ടുപോയിടുന്നത്, നീ കൂടുതലൊന്നും പറയണ്ട, ജസ്റ്റ് അങ്ങ് കളഞ്ഞാൽ മതി. ദിസ് ഈസ് ദ മൈൻഡ് സെറ്റ് ഓഫ് മോസ്റ്റ് ഓഫ് പീപ്പിൾ. നമ്മൾ ഗ്രേ ഹെയർസ് എന്ന് പറയാൻ പറ്റില്ല, മേ ബി നമ്മളെപ്പോലുള്ള നമ്മുടെ പ്രായവും കുറച്ചും കൂടെ മൂത്തതും എല്ലാവരും ഇതേ ഒരു ചിന്താഗതിയാണ്. ഇത് മാറണം. ഇതെങ്ങനെ മാറ്റാൻ പറ്റുമെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ, സോ ആദ്യം തന്നെ ആ കുട്ടി ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആയി. ഇങ്ങനെ ഡിസപ്പോയിൻറ്റഡ് ആകുമ്പം ആ കുട്ടി പിന്നെ നെക്സ്റ്റ് ഒക്കേഷനിൽ വിചാരിക്കും, ഇങ്ങനെ ഞാൻ മാത്രം എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തിട്ട് കാര്യമില്ലല്ലോ, when the whole society is not for it, why should I? ആ കുട്ടി സൈലൻ്റ് ആവും. We should bring a change for it. അതിന് one of the suggestions was, നമുക്ക് കുടുംബശ്രീ എന്ന് പറയുന്ന ഒരു മഹത്തായ ഒരു സൊസൈറ്റി ഉണ്ട് കേരളത്തിൽ. സോ why can't we mobilize these women and why can't we bring that awareness to these women in our Kerala? നമ്മൾ അച്ഛനോടോ അമ്മയോടോ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അവർക്ക് അത് കേൾക്കാൻ താല്പര്യം ഉണ്ടാവില്ല. പക്ഷേ വേറെ ആരെങ്കിലും പറയുമ്പം അവർക്ക് ഓ ഗ്രേറ്റ് എന്ന് പറയുന്ന ഒരു ചിന്താഗതി പൊതുവേ മലയാളികൾക്ക് ഉള്ളതാണ്. സോ ആ ഒരു ചേഞ്ച് ഉണ്ടാക്കാൻ കുടുംബശ്രീ യൂണിറ്റ്സ് അതേപോലെ ഇതേപോലത്തെ സൊസൈറ്റീസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് അവർക്കൊരു അവയർനെസ് കൊടുക്കാൻ സാധിക്കുന്നതാണ്. നെക്സ്റ്റ് ഇസ് കോമ്പറ്റീഷൻസ്. ലൈക്ക് ഫോർ എക്സാമ്പിൾ, എപ്പോഴും യൂത്ത് എന്ന് പറയുമ്പം അല്ലെങ്കിൽ ചിൽഡ്രൻ എന്ന് പറയുമ്പോൾ അവർ വോളണ്ടിയർ ചെയ്യാണ്, പക്ഷെ അതിനൊരു റെക്കഗ്നിഷൻ അവർക്ക് കിട്ടുന്നില്ല. സോ ഫോർ ദാറ്റ് ദ ഗവൺമെൻറ് ക്യാൻ ടേക്ക് ഇനീഷ്യേറ്റീവ്സ് ലൈക്ക് ബ്രിങ്ങിങ് സം അവാർഡ്സ് ലൈക്ക് ചൂസിങ് എ ക്ലൈമറ്റ് അംബാസിഡർ ഫോർ ദിസ് പെർട്ടിക്കുലർ ഇയർ. ഡിഫറെൻറ്റ് ഏജ് ഗ്രൂപ്പ്സിന് ക്ലൈമറ്റ് അംബാസിഡേഴ്സിനെ കൊണ്ടുവരാം. സോ അവർക്കൊരു റെക്കഗ്നിഷൻ കിട്ടുകയാണ്, ദേ ആർ ഡൂയിങ് സംതിങ് ഗുഡ് എന്നൊരു റെക്കഗ്നിഷൻ കിട്ടുമ്പം ബാക്കിയുള്ളവരും ഈ ഒരു ഇതിലേക്ക് വോളണ്ടിയർ ചെയ്യാൻ വന്നുകൊണ്ടിരിക്കും. ദ ബെസ്റ്റ് എക്സാമ്പിൾ ഇസ് during the Kerala floods of 2018, we had a lot of volunteers രാവും പകലും വർക്ക് ചെയ്യാനുണ്ടായിരുന്നു.
അവർക്ക് അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ്, ജസ്റ്റ് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയപ്പോൾ തന്നെ they were really happy. And അടുത്തത് കോവിഡ് ക്രൈസിസ് വന്നപ്പോഴും ഈ സെയിം volunteers were there for saving or for all these activities. Next is climate change affecting women's health. Now, നമ്മളുടെ ലോ ആൻഡ് മിഡിൽ ഇൻകം ഒരു ലെവലിലുള്ള ഒരു വുമണിനെ ഒരുപാട് ഇത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ട് അന്തരീക്ഷം ചൂടാവുന്നു. ഒരുപക്ഷെ പാടത്തും പറമ്പിലും പണിയെടുക്കുന്ന ഈ വുമൺ, വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്ന വുമൺ, ഇവരെ ഒരുപാട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിനൊരു നമുക്കൊരു സൊല്യൂഷൻ വേണം. വി ഹാവ് ടു ഡു സംതിങ് ഫോർ ദിസ് ക്രൈസിസ്. ബിക്കോസ് ആ ക്ലൈമറ്റ് ചേഞ്ചിലും തന്നെ ഒരു ജെൻഡർ ഇനീക്വാലിറ്റി ഉണ്ട്. അത് കുറേ റിപ്പോർട്ട്സും വന്നിട്ടുണ്ട്. Then about the sessions, like various sections are affected by this climate change. One is nammal parnu farmers. Farmers in the situation namukku eppozhum news il kaanam, ഈ മാറി മാറി വരുന്ന കാലാവസ്ഥ കാരണം അവർക്ക് വിത്ത് ഇറക്കേണ്ട സമയത്ത് മഴ പെയ്യുന്നു, അത് ഡിലേ ആവുന്നു. അവസാനം ഹാർവെസ്റ്റിംഗ് സമയത്ത് നോക്കുമ്പോൾ അവിടെ മഴ പെയ്യുന്നു, ഫുൾ കൃഷി നശിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇതിന് നമുക്ക് ശാശ്വത പരിഹാരം എന്ന നിലയിൽ ആ 120 ഡേയ്സ് എന്നുള്ള ലോങ് അല്ലെങ്കിൽ 4 months കൊണ്ട് കൃഷി അതിൽ കുറച്ചും കൂടെ ഷോർട്ടൻ ചെയ്ത് പുതിയ വിത്തിനങ്ങൾ 86 ദിവസം കൊണ്ട് ഇത് അവർക്ക് ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പുതിയ വിത്തിനങ്ങൾ നമ്മളുടെ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ റിസർച്ചും കൂടെ ചെയ്ത് അവരെ ഒന്ന് സഹായിക്കുകയാണെങ്കിൽ ഇതിന് ചിലപ്പോൾ ഒരു മാറ്റം സംഭവിക്കാൻ പറ്റും. ഒരുപാട് പേര് കർഷകർ അടുത്ത വർഷത്തേക്ക് കൃഷി ഉപേക്ഷിക്കുന്നു എന്ന നിലയിൽ വരെ ഇപ്പോൾ കാര്യങ്ങൾ എത്തുന്നുണ്ട്. നെക്സ്റ്റ് ഈസ് അബൌട്ട് കോസ്റ്റൽ റെസിഡൻസ്. വൺ ഓഫ് ദ ലൈക്ക് കോസ്റ്റൽ ഏരിയാസ് ഇസ് അവരാണ് ഏറ്റവും കൂടുതൽ ഗ്രീൻ ഹൗസ് ഗ്യാസസ് കുറവ് അന്തരീക്ഷത്തിലേക്ക് കൊടുക്കുന്നത്. ബട്ട് ദേ ആർ ദ കമ്മ്യൂണിറ്റി വിച്ച് ആർ എഫക്റ്റഡ് ബൈ ദ ആഫ്റ്റർ എഫക്ട്സ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച്. സോ വി ഷുഡ് ലുക്ക് ഇൻ ടു ദാറ്റ് ഓൾസോ. നെക്സ്റ്റ് ഈസ് ഗെയിനിങ് നോളജ് ഫ്രം അവർ ഗ്രാൻഡ് ഫാദേഴ്സ്. No, we can talk to them. We can talk about what were the food habits at that time. Then what are the changes? അവർ കഴിച്ച ഭക്ഷണം, കാട്, പ്രകൃതി, ഇതിനെക്കുറിച്ച് സംസാരിക്കാം. ലൈക്ക് ആ പഴയ ഫുഡ് ഹാബിറ്റ്സ് നമുക്ക് തിരിച്ചു കൊണ്ടുവരാം. അങ്ങനെ നമുക്ക് ക്ലൈമറ്റ് ചേഞ്ചിൽ കുറച്ച് ഇതുണ്ടാക്കാം. Now, government can also initiate fellowships under the Department of Environment and Climate Change, skilling the youths. Then ഒരു volunteering ഒരു new definition കൊടുക്കാം. They should get that recognition. And this can also be as a career. Then we can also bring that engineering in climate change. A lot of competitions can be made for the startup missions and all for bringing out a solutions for this climate change. Maybe some kind of, for example, Bandicoot, etc. One of the eminent thing. That's it for our, and also promoting green events. Focusing on green protocol. That's it. Thank you. Thank you. ടെക്നിക്കൽ സെഷൻസിലെ ചർച്ചകളും സംവാദങ്ങളിലൂടെയും ഉരുത്തിരിഞ്ഞ ആശയങ്ങളാണ് കുട്ടികൾ ഇവിടെ അവതരിപ്പിച്ചത്. വളരെ നല്ല രീതിയിൽ ഒരു പോസിറ്റീവ് പ്രൊഡക്റ്റീവായിട്ടുള്ളൊരു ചർച്ചയും സംവാദവും അവിടെ നിർവഹിച്ചു എന്ന് നമുക്ക് ഈ പ്രസൻറ്റേഷൻസിലൂടെ നമ്മൾ മനസ്സിലാക്കാം. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് പ്രോഗ്രാം. ഉദ്ഘാടന പ്രസംഗത്തിനായി ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ഏറ്റവും പ്രിയങ്കരനായ അധ്യക്ഷൻ ഡെപ്യൂട്ടി സ്പീക്കർ ശ്രീ ചിറ്റയം ഗോപകുമാർ, എൻവയൺമെൻറ്റ് കമ്മിറ്റി അസംബ്ലിയുടെ ചെയർമാൻ ശ്രീ K. വിജയൻ MLA, ഡോക്ടർ M. രാജീവൻ, ഡോക്ടർ കൗശികൻ, ഡോക്ടർ ജെറോമിക് ജോർജ്, ശ്രീ അർജൻ V. വാത്ത്, ശ്രീ ശരാബ്ജിങ് സഹോട്ട, മിസ്റ്റർ KL റാവു, ശ്രീമതി മഞ്ജു വർഗീസ്, യുനിസെഫിൻ്റെയും KLAMSൻ്റെയും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ഒഫീഷ്യൽസ്, ഈ ക്യാമ്പിൽ അംഗങ്ങളായി വന്നിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഇങ്ങനെയൊരു നൂതനമായ കാലഘട്ടം ആവശ്യപ്പെടുന്ന മനോഹരമായ ഒരു പരിപാടി സംഘടിപ്പിച്ചതിന് യുനിസെഫിനെയും KLAMSൻ്റെയും ഒഫീഷ്യൽസിനെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കാൻ ഈ അവസരം വിനിയോഗിക്കുക. നമുക്കറിയാം, ഇതൊരു വല്ലാത്ത കാലത്താണ് നാം ജീവിക്കുന്നത്. കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് ഇങ്ങനെയൊരു പ്രോഗ്രാം, ചെറുപ്പക്കാരുടെയും വിദ്യാർത്ഥികളുടെയും ഒരു പരിപാടി സംഘടിപ്പിക്കുക എന്നതിന് ധാരാളം പ്രാധാന്യം അർഹിക്കുന്നു. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ കേട്ടിട്ടുള്ളത്, നമ്മുടെ നാട്ടിലേക്ക് വൈദേശിക ശക്തികൾ, പോർച്ചുഗീസുകാരും ഇംഗ്ലീഷുകാരും ഡച്ചുകാരും എല്ലാം വന്നിട്ടുള്ളത് നമ്മുടെ നാട്ടിലെ കുരുമുളക് തേടിയാണ്. ബ്ലാക്ക് ഗോൾഡ്, കറുത്ത സ്വർണം എന്നറിയപ്പെടുന്ന കുരുമുളക് തേടിയാണ് അവരെല്ലാം ഇവിടെ വന്നിട്ടുള്ളത്. അങ്ങനെ കുരുമുളക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്
വിദേശത്തു നിന്നും ധാരാളം ആളുകൾ കേരളത്തിലെത്തിയിട്ടുള്ളത്. ഒരിക്കൽ സാമൂതിരി മഹാരാജാവ് കോഴിക്കോട് പോർച്ചുഗീസുകാർക്ക് ഈ കുരുമുളക് വള്ളി അദ്ദേഹം സൗജന്യമായി കൊടുത്തു. അങ്ങനെ കൊടുത്തതിൻ്റെ പേരിൽ നമുക്ക് മാത്രം സ്വന്തമായ കുരുമുളക് വള്ളി എന്തിനാണ് കൊടുത്തത് എന്നതിൻ്റെ പേരിൽ സാമൂതിരിയുടെ രാജസദസ്സിൽ സാമൂതിരി മഹാരാജാവ് രൂക്ഷമായ വിമർശനം ഏറ്റുവാങ്ങേണ്ടി വന്നു. എന്തിനാണത് കൊടുത്തത്? നമുക്ക് കൊടുക്കാൻ പാടില്ലാത്തതാണ്. അതിന് മറുപടിയായി സാമൂതിരി മഹാരാജാവ് ചിരിച്ചുകൊണ്ടാണ് മറുപടി പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, ഞാൻ കൊടുത്തത് കുരുമുളക് വള്ളി മാത്രമേ ഉള്ളൂ. പക്ഷെ കുരുമുളക് ഉണ്ടാകണമെങ്കിൽ നമ്മുടെ തിരുവാതിര ഞാറ്റുവേല കൂടി കൊടുക്കണം. ആ തിരുവാതിര ഞാറ്റുവേല ഞാൻ കൊടുത്തിട്ടില്ല എന്നാണ് പറഞ്ഞത്. കൃത്യമായി എത്തുന്ന മഴയെക്കുറിച്ചുള്ള പൂർണ്ണമായ ആത്മവിശ്വാസമായിരുന്നു സാമൂതിരി മഹാരാജാവിൻ്റെ വാക്കുകളിൽ. ആ മഴ കൂടി കൃത്യമായി എത്തുന്നത് കേരളത്തിൽ മാത്രമാണ്. ആ മഴ എത്തിയാൽ മാത്രമേ ഈ കുരുമുളക് വള്ളി പടർന്ന് കുരുമുളക് ഉണ്ടാവുകയുള്ളൂ. പോർച്ചുഗീസുകാരൻ കൊണ്ടുപോയത് 4ാമത്തെ ദിവസം ഉണങ്ങിപ്പോകും എന്ന് കൃത്യമായ വിശ്വാസം സാമൂതിരി രാജാവിനുണ്ടായി. ഇന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയന് ഇതിനെക്കുറിച്ച് ഉറപ്പിച്ചു പറയാൻ കഴിയില്ല. കാരണം ഇപ്പോൾ ഈ ഫസ്റ്റ് വീക്കാണ്, ജൂൺ ഫസ്റ്റ് വീക്കാണ്, നല്ല മഴ പെയ്യേണ്ടതാണ്. എൻ്റെ സ്കൂൾ തുറക്കുമ്പോഴുള്ള എൻ്റെ ഏറ്റവും മനോഹരമായ ഒരു സങ്കല്പം കുട്ടികൾ വെള്ളത്തിലൂടെ കുട പിടിച്ച് നനഞ്ഞ് നടന്നു പോകുന്നതാണ്. ജൂൺ 1-ാം തീയതി ഉറപ്പായി മഴ പെയ്യും എന്നുള്ളൊരു വിശ്വാസം എനിക്ക് വളരെ ചെറുപ്പത്തിലേ മുതലുണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞ കുറേ ജൂൺ 1 മഴ പെയ്തിട്ടില്ല, മഴ പെയ്യാതെ പോവുകയാണ്. ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ച് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാനും പ്രസംഗിക്കാറുണ്ട്. ഞാനും ഭീകരമായ അതിൻ്റെ അവസ്ഥയെക്കുറിച്ച് വർണ്ണിച്ചു കാട്ടും. ഒരു 4-5 വർഷക്കാലം മുമ്പ് ഞാനത് സംസാരിക്കുമ്പോൾ എൻ്റെ ധാരണ, എൻ്റെ കാലത്ത് ഈ ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാവില്ല, എൻ്റെ മക്കളുടെ കാലത്ത് ഈ ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാവില്ല, ഒരു 10-200 വർഷം കഴിഞ്ഞ് ഉണ്ടാകാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് എന്നായിരുന്നു എൻ്റെ ധാരണ. പക്ഷേ വർഷങ്ങൾക്കുള്ളിൽ ഈ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ആഘാതം ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു ജനപ്രതിനിധി കൂടിയാണ്. 2017 ഓഖി ദുരന്തത്തിന് ശേഷമുണ്ടായ 2018 മഹാപ്രളയത്തിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായത് എൻ്റെ നിയോജക മണ്ഡലത്തിലാണ്. ഞാനൊരു കാര്യം കൂടി പറയുന്നു. ഇപ്പോൾ നമ്മൾ സാധാരണയായി നമ്മൾ സംസാരിക്കുന്ന IPCC റിപ്പോർട്ട്, 195 രാജ്യങ്ങളുടെ ഇൻ്റർ ഗവൺമെൻറ് പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്, അതിനെ സംബന്ധിച്ച റിപ്പോർട്ട്, അത് ഏറ്റവും പറയുന്നത് കോഡ് റെഡ് ഫോർ ഹ്യൂമാനിറ്റി എന്നാണ് യുണൈറ്റഡ് നേഷൻസ് വിശേഷിപ്പിച്ചത്. കാരണം അത് ഏറ്റവും വലിയ ഒരു റിപ്പോർട്ടാണ് ഇന്ന് ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ച് നമ്മുടെ മുമ്പിലുള്ള. ഞാൻ അഭിമാനത്തോടെ പറയാൻ ആഗ്രഹിക്കുന്നു, IPCC റിപ്പോർട്ടും അതിൻ്റെ മീതെയുള്ള അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയുടെ അനാലിസിസ് റിപ്പോർട്ടും ചർച്ച ചെയ്ത ലോകത്തിലെ ഏക ലെജിസ്ലേച്ചർ കേരള നിയമസഭയാണ്. അത് ഞങ്ങൾ പ്രതിപക്ഷമാണ് നിയമസഭയിൽ അത് ചർച്ചയ്ക്ക് കൊണ്ടുവന്നത്. ഒരുപാട് പേർ എന്നോട് ചോദിച്ചു, എന്തിനാണ് IPCC റിപ്പോർട്ട് ചർച്ച ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു, കേരളം അത് ചർച്ച ചെയ്തില്ലെങ്കിൽ പിന്നെ ആരാണത് ചർച്ച ചെയ്യേണ്ടത്? ഡോക്ടർ ശശി തരൂരാണ് എന്നോട് പറഞ്ഞത്, യൂറോപ്പിലെ പോലും ഒരു ലെജിസ്ലേച്ചർ ചർച്ച ചെയ്യാത്ത കാര്യമാണ് കേരളത്തിലെ നിയമസഭ ചർച്ച ചെയ്തത് എന്ന്. കാരണം ഏറ്റവും വൾണറബിളായിട്ടുള്ളൊരു മേഖല കൂടിയായി കേരളം മാറിയിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം IPCC റിപ്പോർട്ടിന്മേലുള്ള നാസ അനാലിസിസിലുണ്ട്. നമ്മളെല്ലാം ചെറുപ്പത്തിൽ ഒറീസ, ബംഗാൾ അതുപോലെ ഉള്ള പ്രദേശങ്ങളാണ്, ഈസ്റ്റ് കോസ്റ്റിലെ ബേ ഓഫ് ബംഗാളിലെ തീരത്തുള്ള പ്രദേശങ്ങളാണ് ആന്ധ്രാപ്രദേശ് ഏറ്റവും കൂടുതൽ ചുഴലിക്കൊടുങ്കാറ്റ് എല്ലാം ഉണ്ടാകുന്നത്, ചക്രവാത ചുഴി ഉണ്ടാകുന്നത് എന്നെല്ലാം വായിച്ചിട്ടുണ്ട്. 1978 ഒറീസയിലുണ്ടായ ചുഴലിക്കാറ്റിൽ ഏകദേശം 1.5 ലക്ഷം പേരാണ് മരിച്ചത്. അന്ന് ബേ ഓഫ് ബംഗാളിൽ ഉണ്ടായിരുന്ന കുഴപ്പങ്ങൾ മുഴുവൻ നമ്മുടെ വെസ്റ്റേൺ കോസ്റ്റിലേക്ക് മാറിയിരിക്കുകയാണ്. ന്യൂനമർദ്ദങ്ങൾ ഉണ്ടാകുകയും അതിതീവ്ര മഴ ഏത് സമയത്തും ഉണ്ടാകുകയും ചക്രവാത ചുഴിയും ചുഴലിക്കൊടുങ്കാറ്റും ഉണ്ടാകുന്ന ഏറ്റവും കുഴപ്പം പിടിച്ച ഒരു പ്രദേശമായി നമ്മുടെ കേരളം മാറിയിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ അറിയണം. തുടർച്ചയായി ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണ്. കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ എനിക്ക് കുട്ടികളായ നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ ജീവിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് ചുറ്റുപാടുകളുമുള്ള ആ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളെക്കുറിച്ചും അതിൻ്റെ വൈവിധ്യങ്ങളെക്കുറിച്ചും അതിൻ്റെ മനോഹാരിതയെക്കുറിച്ചും നിങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും വേണം. അത് സംരക്ഷിക്കുക എന്നതാണ് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഐക്യരാഷ്ട്ര സംഘടന തന്നെ, യുണൈറ്റഡ് നേഷൻസ് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അതായത് ഇന്ന് നമ്മുടെ മുമ്പിലുള്ള ഈ കാലാവസ്ഥാ വ്യതിയാനം, അതുപോലെ നമ്മുടെ ജൈവ വൈവിധ്യങ്ങളുടെ നാശം,
നമ്മുടെ മലിനീകരണം, മാലിന്യ കൂമ്പാരം, ഇതെല്ലാം ട്രിപ്പിൾ പ്ലാനറ്ററി ക്രൈസിസ് എന്നാണ് ഐക്യരാഷ്ട്ര സംഘടന വിശേഷിപ്പിച്ചിട്ടുള്ളത്. ലോകം മുഴുവൻ ഗൗരവതരമായി ഇത് ചർച്ച ചെയ്യുന്നു. അപ്പോൾ ഇനി നമ്മുടെ കാഴ്ചപ്പാടുകൾ, ഉദാഹരണത്തിന് ഡെവലപ്മെൻറ്റ്, വികസനം എന്നുള്ള വാക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു വാക്കാണ്. ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ച് പറയുന്നവർ അല്ലെങ്കിൽ പരിസ്ഥിതിയെക്കുറിച്ച് സംസാരിക്കുന്നവർ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്നു. അവർ വികസന വിരുദ്ധരായി ചിത്രീകരിക്കപ്പെടുന്നു. യഥാർത്ഥത്തിൽ നമ്മുടെ ഡെവലപ്മെൻറ്റ് പേഴ്സ്പെക്റ്റീവ് എന്തായിരിക്കണം ഡെവലപ്മെൻറ്റ്? 50 കൊല്ലക്കാലം മുമ്പുള്ള ഡെവലപ്മെൻറ്റ് പെർസ്പെക്റ്റീവ് അല്ല ഇന്നത്തെ കാലഘട്ടം ആവശ്യപ്പെടുന്നത്. ഇന്നത്തെ കാലഘട്ടം ആവശ്യപ്പെടുന്ന ഡെവലപ്മെൻറ്റ് പെർസ്പെക്റ്റീവ് അത് ഈ ക്ലൈമറ്റ് ചേഞ്ചിനെ ആധാരമാക്കിയുള്ളതായിരിക്കണം. ഏത് തീരുമാനവും, ഏത് ഭരണകൂടവും, ഏത് ഉദ്യോഗസ്ഥരും ഏത് വികസനത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ രൂപപ്പെടുത്തിയെടുക്കുമ്പോഴും, ഏത് തരത്തിലുള്ള വികസനം ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോഴും അതിൻ്റെ എല്ലാം ബേസ് ഈ ക്ലൈമറ്റ് ചേഞ്ച് ആയിരിക്കണം. അതുകൊണ്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, സന്തുലിതമായ വികസനത്തെ ബേസ് ചെയ്തുകൊണ്ട് മാത്രമേ പുതിയ വികസന കാഴ്ചപ്പാടുകൾ രൂപപ്പെടുത്തിയെടുക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് കേരളത്തിലെ ഒപ്പോസിഷൻ ഞങ്ങൾ കേരയിൽ പോലുള്ള ഒരു സംരംഭം കൊണ്ടുവന്നപ്പോൾ അതിനെക്കുറിച്ച് വിശദമായ പഠനം നടത്തി ഞങ്ങളതിനെ ശക്തിയായി എതിർക്കാനുള്ള കാര്യം കേരളത്തിൻ്റെ ജോഗ്രഫിക്കലായിട്ടുള്ള സാഹചര്യങ്ങളാണ്. കേരളം ഒരു സ്ലോപ്പായി നിൽക്കുന്ന സ്ഥലമാണ്. കിഴക്ക് മഴ പെയ്താൽ ഒഴുകി പടിഞ്ഞാറെത്തുന്ന സ്ഥലമാണ്. അതിനിടയിൽ വലിയ എംബാങ്ക്മെൻ്റ് ഉണ്ടാക്കി വലിയ മതിലുകൾ തീർത്ത് കേരളത്തെ വിഭജിച്ചാൽ കേരളം ഏറ്റവും കൂടുതൽ വാട്ടർ റിസോഴ്സസ് ഉള്ള സ്ഥലമാണ്. 44 നദികളും നിരവധി ജലസ്രോതസ്സുകളുമുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. കിഴക്ക് പശ്ചിമഘട്ട മലനിരകൾ, പടിഞ്ഞാറ് അറേബ്യൻ കടൽ, ഇതിൻ്റെ എല്ലാം പ്രത്യേകതയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഏത് ഡെവലപ്മെൻറ്റ് കൊണ്ടുവരുമ്പോഴും നമുക്ക് എത്രമാത്രം കുറച്ച് നാച്ചുറൽ റിസോഴ്സസ് ഉപയോഗിക്കാം. പ്രകൃതി തന്ന വിഭവങ്ങളാണ്. മഹാത്മാഗാന്ധി വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നത്? നമുക്ക് ആവശ്യമുള്ളതെല്ലാം ഈ പ്രകൃതിയിലുണ്ട്, നമ്മുടെ അത്യാർത്ഥിക്കുള്ളതല്ല പ്രകൃതിയിലുള്ളത് എന്നുള്ളതാണ്. നമ്മൾ വളരെ ഗ്രീഡിയാണ്. ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ളതും വരാനിരിക്കുന്ന തലമുറകൾക്ക് ആവശ്യമുള്ളതും ഈ ലോകത്തിലെ, ഈ പ്രപഞ്ചത്തിലെ സർവ്വ ജീവജാലങ്ങൾക്കുള്ളതും എല്ലാം കവർന്നെടുക്കുന്ന ഒരു രീതിയാണ് നമ്മുടേത്. നമുക്ക് അവകാശപ്പെട്ടത് മാത്രമല്ല, വരാനിരിക്കുന്ന തലമുറകൾക്ക് കൂടി അവകാശപ്പെട്ടതാണ്. ഇന്ന് എല്ലാ സ്ഥലത്തും ചെല്ലുമ്പോഴും മാൻ ആനിമൽ കോൺഫ്ലിക്റ്റിനെ കുറിച്ച് പറയുകയാണ്. കാരണം മൃഗങ്ങൾ, ആന ഇറങ്ങുന്നു കൃഷിയിടത്തിലേക്ക്, കാട്ടുപന്നി ഇറങ്ങുന്നു കൃഷിയിടത്തിലേക്ക്, പുലി ഇറങ്ങുന്നു, എല്ലാം പരാതിയാണ്. നമുക്കൊരു ഹാബിറ്റാറ്റ് ഉള്ളതുപോലെ അവർക്കും ഒരു ആവാസ വ്യവസ്ഥയുണ്ട്. അവരുടെ ഇപ്പം ടൈഗർ കൺസർവേഷൻ അതോറിറ്റി പറയും ഒരു കടുവയ്ക്ക് ജീവിക്കാൻ 20 സ്ക്വയർ കിലോമീറ്റർ വേണം. ഒരാളെ ഉണ്ടാവുള്ളൂ അതിൻ്റെ അകത്ത്. അവൻ നഖം വെച്ച് മാർക്ക് ചെയ്ത് വെക്കും മരത്തുമ്മേ. അവൻ്റെ അതിർത്തി മതിൽ കെട്ടാൻ പറ്റാത്തതുകൊണ്ടാണ്, വേലികൾ തീർക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അവൻ്റെ ആവാസ വ്യവസ്ഥ 20 സ്ക്വയർ കിലോമീറ്ററാണ്. അപ്പോൾ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി അതിനുള്ള അനുവാദം തരണമെങ്കിൽ 20 കടുവകളുണ്ടെങ്കിൽ 400 സ്ക്വയർ കിലോമീറ്റർ കാട് വേണം, അതിൻ്റെ ബഫർ വേണം. അത് അവൻ്റെ ഹാബിറ്റാറ്റാണ്. ആനത്താരകളുണ്ട്. ഒരു ആനയ്ക്ക് ഭക്ഷണം 250 കിലോ ഭക്ഷണം കഴിക്കണം. ഒരു ആനക്കൂട്ടം വന്നാൽ ഒരു പ്രദേശത്തെ ഭക്ഷണം മുഴുവൻ തീരും. അപ്പോൾ ഇവർ എല്ലാ വർഷവും ഇങ്ങനെ എല്ലാ മാസവും ഇവർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഭക്ഷണം തേടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മൾ ആനത്താരകൾ എന്ന് പറയുന്നത്. അവിടേക്കെല്ലാം മനുഷ്യൻ കടന്നില്ലയാണ്. അവിടെ നമ്മൾ റോഡുണ്ടാക്കി, ഇലക്ട്രിക് ലൈൻ വലിച്ച് അവിടെ പാലം ഉണ്ടാക്കി ഈ കാടിലേക്കൊക്കെ കടന്നു കയറുകയാണ്. അപ്പോൾ അവൻ ഭക്ഷണം തേടിയുള്ള അവൻ്റെ യാത്രയിൽ, അവൻ്റെ സഞ്ചാരപഥത്തിൽ നമ്മൾ തടസ്സമുണ്ടാക്കുകയാണ്. അവൻ്റെ ഹാബിറ്റാറ്റ് നമ്മൾ കയറുകയാണ്. അപ്പോൾ അവൻ എങ്ങോട്ട് പോകും? അവൻ നമ്മുടെ ഹാബിറ്റാറ്റിലേക്ക് വരും, നമ്മുടെ ആവാസ വ്യവസ്ഥയിലേക്ക് വരും, നമ്മുടെ കൃഷിയിടത്തിലേക്ക് വരും, നമ്മുടെ വീട്ടിലേക്ക് വരും. അപ്പോൾ ഈ ഒരു പരസ്പരമായ സഹവർത്തിത്വം, പ്രകൃതിയുടെ ചില തത്വങ്ങളുണ്ട്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ പൊളിറ്റിക്കലാകണം എന്നാണ്. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾ പൊളിറ്റിക്കലാകണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിയിൽ അംഗമാകണം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. രാഷ്ട്രീയ കക്ഷിയിൽ അംഗങ്ങളായ എല്ലാവരും പൊളിറ്റിക്കലല്ല. രാഷ്ട്രീയ കക്ഷിയിൽ അംഗമാകാതെയും നിങ്ങൾക്ക് പൊളിറ്റിക്കലാകാൻ പറ്റും. പൊളിറ്റിക്കലാണ് അല്ലയോ എന്ന് നിങ്ങൾ നോക്കുന്നത്, നിങ്ങൾക്ക് നല്ല ഡെമോക്രാറ്റിക്കായി ജനാധിപത്യപരമായി ചിന്തിക്കാൻ കഴിയും. 2, നിങ്ങൾക്ക് സെക്കുലറായി നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയും. 3, ഈ പ്രകൃതിയെ നിങ്ങൾക്ക് പ്രണയിക്കാൻ കഴിയും. പൊളിറ്റിക്കലായ ഒരാൾക്ക് ഈ പ്രകൃതി വിരുദ്ധമായ ഒരു തീരുമാനം എടുക്കാൻ കഴിയില്ല. ഞാൻ കരുതുന്നു പൊളിറ്റിക്കലായ ഒരാൾ ഈ പ്രകൃതിയെ ഹൃദയത്തോട് ചേർത്ത് നിർത്തും. ഇന്ന് ലോകത്ത് എത്രയോ സമ്മേളനങ്ങൾ നടക്കുന്നു. 1970കളുടെ തുടക്കത്തിൽ ശ്രീമതി ഇന്ദിരാഗാന്ധി ചെയ്ത സ്റ്റോക്ക്ഹോമിലെ അതിമനോഹരമായ പ്രസംഗം എന്തൊരു പ്രഡിക്ഷനായിരുന്നു. ഭാവിയുള്ള ലോകത്തെക്കുറിച്ച് പ്രകൃതിയെ പ്രണയിച്ച ജവഹർലാൽ നെഹ്റുവിൻ്റെ ഓർമ്മകൾ. നമുക്കൊരു വലിയ ലെഗസിയുണ്ട്,
വലിയൊരു പാരമ്പര്യമുണ്ട്. പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന, ഇണങ്ങി നിൽക്കുന്ന ഒരു പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യത്തെ നാം ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുക. ഇന്ന് നാം നേരിടുന്ന ഏറ്റവും വലിയ ചാലഞ്ച് ഈ ക്ലൈമറ്റ് ചേഞ്ചാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുക. അതിനനുസരിച്ചുള്ള ഒരു ഡെവലപ്മെൻറ്റ് പെർസ്പെക്റ്റീവ് നമ്മൾ രൂപപ്പെടുത്തിയെടുക്കുക. പ്രകൃതിക്ക് ഹാനികരമല്ലാത്ത തരത്തിലുള്ള പദ്ധതികളിലേക്ക് നമ്മൾ പോവുക. കുട്ടികളിൽ ഏറ്റവും കൂടുതൽ അവയർനെസ് ഉണ്ടാകുക. ഞാനിവിടെ നിങ്ങളുടെ റിപ്പോർട്ടുകളെല്ലാം വായിച്ചു. വളരെ മനോഹരമായി നിങ്ങൾ ഇവിടെ നടന്ന ചർച്ചകളെ സംക്ഷിപ്തമാക്കി കുട്ടികൾ അവതരിപ്പിച്ച ആ അഭിപ്രായങ്ങളെ ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. തീർച്ചയായും അത് നിങ്ങളുടെ ശബ്ദമായി, ഈ തലമുറയുടെ, നിങ്ങളുടെ തലമുറയുടെ ശബ്ദമായി മാറണം. നിങ്ങൾക്കും ഈ കാലത്തെ യഥാർത്ഥ വഴികളിലേക്ക് കൊണ്ടുപോകാൻ കഴിയും. നാം ഇന്ന് വഴിതെറ്റി സഞ്ചരിക്കുകയാണ്. എവിടെയാണ് നാം എത്താൻ പോകുന്നത് എന്ന് പോലും അറിയാതെ വഴിതെറ്റി സഞ്ചരിക്കുന്ന ഞങ്ങളുടെ തലമുറയെ യഥാർത്ഥ വഴികളിലൂടെ തിരിച്ചു കൊണ്ടുവരാൻ, പോകേണ്ട വഴികളിലൂടെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുന്ന ഒരു ജനറേഷനാണ് നിങ്ങളുടേത്. നിങ്ങളിൽ പ്രതീക്ഷയുണ്ട്, നിങ്ങളിൽ സ്വപ്നങ്ങളുണ്ട്. ആ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ, ആ പ്രതീക്ഷകളെ സാക്ഷാത്കരിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മനോഹരമായി സംഘടിപ്പിച്ച ഈ പരിപാടിക്ക് ഒരിക്കൽ കൂടി ഞാൻ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നാമ്പിൻ്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നമസ്കാരം. വളരെ നന്ദി സർ. സന്ദേശം നൽകുന്നതിനായി ബഹുമാനപ്പെട്ട അധ്യക്ഷൻ പരിസ്ഥിതി സംബന്ധിച്ച സമിതി കേരള നിയമസഭ ശ്രീ EK വിജയൻ MLA ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഇന്നലെ ഞായറാഴ്ച ആയതുകൊണ്ട് ഇന്ന് യൂണിസെഫും കലാംസും ചേർന്ന് ഭാവനാപൂർവം പരിസ്ഥിതി സംബന്ധമായി ഗൗരവമേറിയ ചർച്ച വിദ്യാർത്ഥി യുവജനങ്ങൾക്കായി നടത്താൻ തീരുമാനിച്ചതിനെ എല്ലാ അർത്ഥത്തിലും ഞാൻ അഭിനന്ദിക്കുന്നു. ഈ സമാപന സമ്മേളനത്തിന് അധ്യക്ഷം വഹിക്കുന്ന കേരളത്തിൻ്റെ ബഹുമാന്യനായ നിയമസഭ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ, ഉദ്ഘാടനം ചെയ്ത കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ബഹുമാന്യനായ ശ്രീമാൻ VD സതീശൻ, ഇവിടെ വേദിയിൽ സംസാരിക്കുന്ന ഏറെ ആദരണീയരും ബഹുമാന്യരുമായ മാന്യരെ, ഇന്നത്തെ ചർച്ചയെ തുടർന്ന് 5 ഗ്രൂപ്പുകളായി തിരിച്ച് ഇവിടെ അതിൻ്റെ ഒരു സംക്ഷിപ്ത റിപ്പോർട്ട് ഭാവി ഞങ്ങളുടെ കയ്യിൽ ഭദ്രമാണ്, ഇതിനെയെല്ലാം നോക്കിക്കാണുന്നു എന്ന് തെളിയിക്കുന്ന തരത്തിൽ വിഷയങ്ങൾ അവതരിപ്പിച്ച പ്രിയപ്പെട്ട പ്രതിനിധികളെ, മറ്റ് ബഹുമാന്യരായ സുഹൃത്തുക്കളെ, ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഇന്ന് ഇവിടെ സംഘടിപ്പിക്കുന്ന നാമ്പ് എന്ന പരിപാടിയുടെ സംഘാടകർക്ക് ഒരിക്കൽ കൂടി ഞാൻ അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തുകയാണ്. നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതിൻ്റെയും അതിലെ കണ്ണികളായ ആവാസ വ്യവസ്ഥകളെ പരിപാലിക്കേണ്ടതിൻ്റെയും പ്രാധാന്യം ആണ് ഈ ദിനത്തിൽ എനിക്ക് മുമ്പ് സംസാരിച്ചവരെല്ലാം വിവിധ രീതികളിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. ലോകം മുഴുവൻ കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന ദുരന്തങ്ങൾ നാം കാണുന്നുണ്ട്. നമ്മുടെ സംസ്ഥാനത്തും 2018-19 വർഷങ്ങളിൽ നാം അത് കണ്ടു. കടുത്ത ചൂട്, അതിശൈത്യം, പെട്ടെന്നുണ്ടാകുന്ന അതിവൃഷ്ടിയുടെ ഫലമായുണ്ടാകുന്ന വെള്ളപ്പൊക്കങ്ങൾ എന്നിവ പ്രകൃതി നമുക്ക് നൽകുന്ന മുന്നറിയിപ്പുകളാണ്. പ്രകൃതിയെ സംരക്ഷിക്കണമെന്ന മുന്നറിയിപ്പ് ഈ സവിശേഷ സാഹചര്യത്തിൽ വളരെ പ്രസക്തിയുള്ള ഒരു വിഷയമാണ് ഈ പരിപാടിക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്നത് സ്വാഗതാർഹമായ ഒരു കാര്യമാണ്. ലോകമൊട്ടാകെ കാലാവസ്ഥാ വ്യതിയാനം വിലയിരുത്തുന്ന അന്തർദേശീയ സ്ഥാപനമായ ഇൻ്റർ ഗവൺമെൻ്റൽ പാനൽ ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം ഭൂമിയുടെ താപനില 1.5 ഡിഗ്രി സെൽഷ്യസ് ഉയരുകയാണെങ്കിൽ ഇന്ന് നാം ലോകത്ത് കാണുന്ന പല നഗരങ്ങളും വെള്ളത്തിനടിയിലാകും. കാർബൺ വാതകങ്ങളുടെ അനിയന്ത്രിതമായ ബഹിർഗമനം വഴിയാണ് ഭൂമിയുടെ താപനില ഉയരുന്നത് എന്ന് പൊതുവെ അംഗീകരിക്കപ്പെട്ട ഒരു വസ്തുതയാണല്ലോ. അപ്പോൾ ആഗോളതാപനം
കുറയ്ക്കണമെങ്കിൽ ഈ കാർബൺ ബഹിർഗമനത്തിന് കാരണമാകുന്ന കാർബൺ മോണോക്സൈഡ് പോലുള്ള വാതകങ്ങൾ അന്തരീക്ഷത്തിൽ വ്യാപിക്കുന്നത് തടയണം. ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗം കുറയ്ക്കണം. വനനശീകരണം ഇല്ലാതാക്കുകയും കൂടുതൽ മരങ്ങൾ വെച്ചുപിടിപ്പിക്കുകയും വേണം. അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിനെ ആഗിരണം ചെയ്ത് പകരം ഓക്സിജൻ തിരികെ നൽകുന്ന മരങ്ങളെ സംരക്ഷിക്കേണ്ടത് ഈ സാഹചര്യത്തിൽ പരമപ്രധാനമാണ്. രാജവാഴ്ചയുടെ കാലയളവിൽ ഇപ്പം മനോഹരമായ നമ്മുടെ തിരുവനന്തപുരം നഗരവും മൈസൂരുമൊക്കെ നിലനിൽക്കുന്നത് അവരുടെ ഭാവനാപൂർവമായ ഒരു കാഴ്ചപ്പാടിൻ്റെ ഭാഗമായാണ്. ഇക്കാര്യത്തിൽ നമ്മുടെ രാജ്യത്തെ നിയമനിർമ്മാണ സഭ പുലർത്തിയ സൂക്ഷ്മതയുടെയും ദീർഘവീക്ഷണത്തിൻ്റെയും ഉദാഹരണമാണ് 1980 വനസംരക്ഷണ നിയമം. വനഭൂമി വനേതര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കും മുമ്പ് കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി വാങ്ങണമെന്നതാണ് പ്രസ്തുത നിയമത്തിൻ്റെ രത്നച്ചുരുക്കം. എന്ന് പറഞ്ഞാൽ അനിയന്ത്രിതമായി അങ്ങനെയൊരു ചൂഷണത്തിലേക്ക് പോകാൻ പാടില്ല എന്നതാണ്. നമ്മുടെ സംസ്ഥാനത്ത് പരിസ്ഥിതി വിഷയങ്ങൾ യോഗങ്ങളും പഠനങ്ങളും സന്ദർശനങ്ങളും നടത്തി റിപ്പോർട്ട് നൽകുന്നതിനായി 1994 രൂപീകരിച്ച കേരള നിയമസഭയുടെ പരിസ്ഥിതി സംബന്ധിച്ച സമിതിയും ഈ വിഷയത്തിന് പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് രൂപീകരിക്കപ്പെട്ടതാണ്. സംസ്ഥാനത്തെ നദികൾ, കായലുകൾ, ശുദ്ധ തടാകങ്ങൾ, കണ്ടൽക്കാടുകൾ, കാവുകൾ എന്നിവയുടെ സംരക്ഷണവും പരിപാലനവും വിവിധ മലിനീകരണ വിഷയങ്ങൾ എന്നിവ സംബന്ധിച്ച് ശ്രദ്ധേയമായ റിപ്പോർട്ടുകൾ സമിതി സർക്കാരിന് നൽകിയിട്ടുണ്ട്. നിരവധി നിർദ്ദേശങ്ങൾ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. ചില ശുപാർശകൾ സർക്കാരിൻ്റെ പരിഗണനയിലുമുണ്ട്. ഈ ശ്രമങ്ങളെല്ലാം കാലാവസ്ഥാ വ്യതിയാനം എന്ന പ്രതിഭാസം കുറയ്ക്കാൻ പരിസ്ഥിതി സംരക്ഷണം അനിവാര്യമാണ് എന്നതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഞാൻ ചുരുക്കട്ടെ. പ്രകൃതിയില്ലെങ്കിൽ മനുഷ്യനില്ല എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. കാരണം വായു, ജലം, മണ്ണ്, മനുഷ്യർ, മറ്റ് ചരാചരങ്ങൾ എന്നിവയുടെ പ്രവർത്തനങ്ങൾ പരസ്പര ബന്ധിതവും പരസ്പര പൂരകവുമാണ്. ഈ പാരസ്പര്യങ്ങൾ വിള്ളലുണ്ടാകുമ്പോൾ പ്രകൃതിയുടെ പ്രവർത്തനം താളം തെറ്റുന്നു. അത് മനുഷ്യരെ സാരമായി ബാധിക്കുന്നു. അതുകൊണ്ട് പ്രകൃതിക്കായി നമുക്ക് കൈകോർക്കാം, ഒരുമിച്ച് മുന്നേറാം. നന്ദി സർ. മുഖ്യപ്രഭാഷണത്തിനായി ശാസ്ത്രജ്ഞൻ, മുൻ സെക്രട്ടറി കേന്ദ്ര ഭൗമശാസ്ത്ര മന്ത്രാലയ ഡോക്ടർ എം രാജീവൻ അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. Good afternoon to all of you. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ സതീശൻ സാർ, ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി സ്പീക്കർ ശ്രീ ജിതേം ഗോകുമാർ സാർ, എൻവയറമെൻറ്റ് കമ്മിറ്റിയുടെ ബഹുമാനപ്പെട്ട ചെയർമാൻ ശ്രീ വിജയൻ സാർ, ശ്രീ KL റാവു, ചീഫ് യൂണിസെഫ് ചെന്നൈ, Dr. Kausigan, Commissioner Disaster Management, Dr. Jeromic George, Director KOLA, and Smriti, Mrs. Manju Varghese, Executive Director. ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന പ്രിയ വിദ്യാർത്ഥികൾ, യുവജനങ്ങളെ, കാലാവസ്ഥ സമ്മേളനം എന്ന ക്ലൈമറ്റ് അസംബ്ലി എന്ന ഈ സുപ്രധാന ചടങ്ങിൽ പങ്കെടുക്കാൻ എന്നെ ക്ഷണിച്ചതിന് യൂണിസെഫിനും കേലാംസിനും ആദ്യമായി ഞാൻ വളരെ നന്ദി അറിയിക്കുന്നു. കുട്ടികൾക്കും യുവാക്കൾക്കുമായുള്ള കാലാവസ്ഥ അസംബ്ലിയുടെ ഈ സുപ്രധാന പരിപാടി സംഘടിപ്പിച്ചതിന് യൂണിസെഫിനും കേലാംസിനും ഞാൻ ശരിക്കും അഭിനന്ദിക്കുന്നു. കാലാവസ്ഥ വ്യതിയാനത്തെക്കുറിച്ച് കുട്ടികളിലും യുവാക്കളിലും കൂടുതൽ അവബോധവും വിവരവും സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ യൂണിസെഫും കേലാംസും നൽകുന്ന വളരെ വിലപ്പെട്ട സംഭാവനയാണ് ഇത്. ക്ലൈമറ്റ് ചേഞ്ച് ഈസ് ഹിയർ. കാലാവസ്ഥ വ്യതിയാനം ഇവിടെയുണ്ട്. ഇത് അമ്മൂമ്മമാർ രാത്രി കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു കഥയല്ല. കാലാവസ്ഥ വ്യതിയാനത്തിന് ശാസ്ത്രം വളരെ സുസ്ഥിരമാണ്. കൽക്കരി പോലുള്ള ഫോസിൽ ഇന്ധനങ്ങൾ കത്തിക്കുക, വിനാശകരമായ കാർഷിക രീതികൾ ചെയ്യുക, വനനശീകരണം ചെയ്യുക എന്ന ഈ കാരണങ്ങൾ കൊണ്ട് അന്തരീക്ഷത്തിൽ പ്രധാനമായും കാർബൺ ഡയോക്സൈഡ് എന്നുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസസ് അടഞ്ഞുകൂടുന്നതിലേക്കാണ് ഈ ക്ലൈമറ്റ് ചേഞ്ച് എന്നുള്ള പ്രഭാവം ഉണ്ടാവുന്നത്. ഈ ഗ്രീൻ ഹൗസ് ഗ്യാസിൻ്റെ കൂടുതൽ വർധനവ് മൂലമാണ് ഗ്ലോബൽ വാർമിംഗ് എന്ന ആഗോളതാപനം തീവ്രമായ കാലാവസ്ഥ വ്യതിയാനം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഈ ആഗോളതാപനം തീവ്രമായ കാലാവസ്ഥാ സംഭവങ്ങളുടെ എന്തൊക്കെ ഉണ്ടാവുന്ന ഞാൻ പറയാം. ഉദാഹരണം, വെള്ളപ്പൊക്കം, ചുഴലിക്കാറ്റുകൾ, ശക്തമായ ചുഴലിക്കാറ്റുകൾ, കാട്ടുതീ, ഫോറസ്റ്റ് ഫയർ, ഉഷ്ണതരംഗങ്ങൾ എന്ന് പറയുന്ന ഹീറ്റ് വേവ്സ് എന്നിവയുടെ ആവൃത്തിയും തീവ്രതയും വർദ്ധിപ്പിക്കുന്നു.
മാത്രമല്ല സമുദ്രനിരപ്പ് ഉയരുന്നത്, സീ ലെവൽ റൈസ്, ഡ്രൗട്ട്, വരൾച്ച, വിളകളുടെ വളർച്ച, സീസണുകൾ എന്നിവയാണ് ഇതിൻ്റെ ഉദാഹരണങ്ങൾ. ഇതെല്ലാം കേരളത്തിനും സാധ്യതയുണ്ട്. IPCC റിപ്പോർട്ട് നിങ്ങൾ വായിക്കുകയാണെങ്കിൽ അടുത്ത 30-40 വർഷത്തേക്ക് വെള്ളപ്പൊക്കം, ലാൻഡ് സ്ലൈഡ് എന്ന മണ്ണിടിഞ്ഞൽ, വെള്ളപ്പൊക്കം കൂടുമ്പോൾ, മഴ കൂടുമ്പോൾ വെള്ളപ്പൊക്കത്തിനും അതിനനുബന്ധിച്ചുള്ള മണ്ണിടിച്ചിലിനും സാധ്യത കൂടുന്നു. പിന്നെ ഇടിമിന്നൽ, ലൈറ്റ്നിങ് അല്ലെങ്കിൽ തണ്ടർസ്റ്റാം എന്നുള്ള ആക്ടിവിറ്റീസും വളരെ കൂടാൻ സാധ്യതയുണ്ട്. ഈ കാലാവസ്ഥ വ്യതിയാനത്തിൽ ഉള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, അത് കൂടുതലും വികസന ലോകത്തെ ഡെവലപ്പിംഗ് കൺട്രീസിനാണ് കൂടുതൽ ഗുരുതരമായി ബാധിക്കുന്നത്. പ്രത്യേകിച്ചും അവിടുത്തെ കുട്ടികൾക്കും യുവാക്കൾക്കുമാണ് അതിൻ്റെ ഏറ്റവും മോശമായ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കുന്നത്. കാലാവസ്ഥാ സംവിധാനത്തിൽ, ക്ലൈമറ്റ് സിസ്റ്റത്തിൽ ഞങ്ങൾ ഇതിനകം തന്നെ ടിപ്പിംഗ് പോയിൻറ്റ്സ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. IPCC റിപ്പോർട്ട് വായിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഇറങ്ങുന്ന ക്ലൈമറ്റ് റിസർച്ച് പേപ്പേഴ്സ് വായിക്കുമ്പോൾ ഈ ടിപ്പിംഗ് പോയിൻറ്റ്സ് ഓഫ് നോ റിട്ടേൺ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിന് ഉദാഹരണം ഗ്രീൻലാൻഡ് ഐസ് ഷീറ്റ്, ആർട്ടിക് കടൽ മഞ്ഞ് അല്ലെങ്കിൽ സീ ഐസ്, അറ്റ്ലാന്റിക്കിൻ്റെ ഓഷൻ സർക്കുലേഷൻ, വടക്കൻ അമേരിക്കയിലും ആമസോണിലുള്ള മഴക്കാടുകൾ, വെസ്റ്റ് അന്റാർട്ടിക്കയിലെ ഐസ് ഷീറ്റ്, എന്നിട്ട് ഓസ്ട്രേലിയയിലെ പവിഴപ്പറ്റുകൾ എന്ന് പറയുന്ന കോറൽ റീഫ്സ്, കിഴക്കൻ അന്റാർട്ടിക്കയിലെ വെക്സ് ബേസിൻ ഐസ് എന്നൊക്കെയാണ് ഇതിൻ്റെ ഉദാഹരണങ്ങൾ. ഇതൊക്കെ ടിപ്പിംഗ് പോയിൻറ്റ്സ്, ക്ലൈമറ്റ് ടിപ്പിംഗ് പോയിൻറ്റ്സ്. നമ്മളെ നേരിട്ട് ബാധിക്കുന്ന കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ അനന്തരഫലങ്ങൾ ഇനി പറയുന്നവ ഉൾപ്പെടുന്നു. വിശപ്പിൻ്റെയും ജലപ്രതിസന്ധിയുടെയും വർധനവ്, പ്രത്യേകിച്ച് ഇത് കാണുന്നത് വികസ്വര രാജ്യങ്ങളിലാണ്, ഡെവലപ്പിംഗ് കൺട്രീസ്. വെള്ളപ്പൊക്കത്തിൽ നിന്നും കാട്ടുതീയിൽ നിന്നുമുള്ള ജീവൻ്റെ ഭീഷണി, ചൂട് അതിരു കടന്നതിൻ്റെ തീവ്രതയും വർദ്ധിക്കുന്നത് മൂലമുള്ള ആരോഗ്യ അപകടങ്ങൾ, ഹീറ്റ് വേവ് എഫക്ട്സ്, മലേറിയ പോലുള്ള അസുഖങ്ങൾ, കീടങ്ങളുടെയും രോഗാണുക്കളുടെയും വ്യാപനം, പരിമിതമായ പൊരുത്തപ്പെടൽ കാരണം ജൈവ വൈവിധ്യം നഷ്ടപ്പെടുക, വർദ്ധിച്ച കാർബൺ ഡയോക്സൈഡ് എമൗണ്ട് കൂടുന്നതുകൊണ്ട് അനന്തരഫലമായി സമുദ്രത്തിലെ അമ്ലീകരണം, സോ കോൾഡ് ഓഷ്യൻ അസിഡിഫിക്കേഷൻ, ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രതിഫലങ്ങൾ. 2015 പാരീസ് ഉടമ്പടി കാലാവസ്ഥ വ്യതിയാനം മനുഷ്യ സമൂഹങ്ങൾക്കും ഗ്രഹത്തിനും അടിയന്തരവും മാറ്റാനാവാത്തതുമായ ഒരു ഭീഷണിയാണ് എന്നാണ് പ്രവചിച്ചത്. കാലാവസ്ഥ വ്യതിയാനത്തെ ചെറുക്കുന്നതിന് ഇന്ത്യ ശക്തമായ പ്രതിജ്ഞാബദ്ധത പുലർത്തുകയും സൗരോർജം, സോളാർ എനർജി, കാറ്റാടി ഊർജം, വിൻഡ് എനർജി തുടങ്ങിയ കൂടുതൽ ഹരിത ഊർജം ഉപയോഗിക്കുമെന്ന് പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു. എന്നാൽ ചില വികസിത രാജ്യങ്ങൾ, ഡെവലപ്ഡ് കൺട്രീസ്, അത്തരം പ്രതിബദ്ധത പാലിക്കുന്നില്ല. കാലാവസ്ഥ വ്യതിയാനം ഒരു ആഗോള പ്രശ്നമാണ്. 1-2 രാജ്യങ്ങൾ സമയോചിതമായ ഇടപെടൽ കൊണ്ട് മാത്രം പ്രശ്നം പരിഹരിക്കാനാവില്ല. എല്ലാ രാജ്യങ്ങളും, പ്രത്യേകിച്ച് കൂടുതൽ ഫോസിൽ ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്ന രാജ്യങ്ങൾ, വികസിത രാജ്യങ്ങൾ കൂടുതൽ പ്രതിബദ്ധത പുലർത്തുകയും കാലാവസ്ഥ വ്യതിയാനത്തെ ചെറുക്കുന്നതിന് ഉചിതമായ സമയോചിതമായ നടപടികൾ കൈക്കൊള്ളുകയും വേണം. യൂണിസെഫ്, ഇതിൻ്റെ ഓർഗനൈസിങ് ചെയ്യുന്ന യൂണിസെഫ് പറയുന്ന അനുസരിച്ച് ഏകദേശം 100 കോടി കുട്ടികൾ കാലാവസ്ഥ പ്രതിസന്ധിയുടെ ആഘാതങ്ങളുടെ അങ്ങേയറ്റം ഉയർന്ന അപകട സാധ്യതയിലാണ്. വെള്ളം, ശുചിത്വം, ആരോഗ്യ സംരക്ഷണം തുടങ്ങിയ മോശം ആവശ്യ സേവനങ്ങൾക്കൊപ്പം ഒന്നിലധികം കാലാവസ്ഥാ പ്രത്യാഘാതങ്ങൾ ഈ കുട്ടികൾ അനുഭവിക്കുന്നുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം പരിസ്ഥിതിയെ തടസ്സപ്പെടുത്തുന്നതിനാൽ വർദ്ധിച്ചു വരുന്ന ദുഷ്കരമായ ലോകത്ത് വളരാൻ കുട്ടികൾ നിർബന്ധിതരാകുന്നു. ഇത് അവരുടെ ആരോഗ്യം, പോഷകാഹാരം, വിദ്യാഭ്യാസം, വികസനം, അതിജീവനം എന്നിവയെ ഭീഷണിപ്പെടുത്തുന്ന പ്രതിസന്ധിയാണ്. പ്രശസ്ത മെഡിക്കൽ ജേണലായ ലാൻസെറ്റ്, ഇത് വെരി ഫേമസ് ജേണൽ, മെഡിക്കൽ ജേണൽ ലാൻസെറ്റ്, അടുത്തിടെ പ്രസിദ്ധീകരിച്ച ഒരു പഠനത്തിൽ നിന്ന് ഞാൻ കുറേ ഉദാഹരണങ്ങൾ പറയാം. UK ബാത്ത് സർവകലാശാല അതിൻ്റെ കൂടെയുള്ള മറ്റുള്ള സ്കൂളുകളും ചേർന്ന് അവിടുത്തെ ഗവേഷകർ ചേർന്ന് ഉണ്ടാക്കിയ ഒരു പഠനത്തിൻ്റെ റിസൾട്ടാണ്. അവർ കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് അവർക്ക് എങ്ങനെ തോന്നുന്നുവെന്ന് അറിയാൻ ഇന്ത്യ ഉൾപ്പെടെയുള്ള 10 രാജ്യങ്ങളിൽ നിന്ന് 10,000 കുട്ടികളെ അവർ സെലക്ട് ചെയ്തു. ഇവരൊക്കെ 16-നും 25-നും ഇടയിലുള്ള കുട്ടികളാണ്. അവരോട് കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുള്ള ഒരു ചർച്ച നടത്തി, ഒരു ഫീഡ്ബാക്ക് പ്രോസസ്സ്. എന്നിട്ട്
അവരോട് ചോദിച്ചു, നിങ്ങൾ തൃപ്തിയാണോ? കാലാവസ്ഥയെപ്പറ്റി, വ്യതിയാനത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? നിങ്ങളുടെ രാജ്യത്തിലെ ഗവൺമെൻറ് നിങ്ങൾക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യുന്നുണ്ടോ? എന്താണ് നിങ്ങൾ കാലാവസ്ഥ വ്യതിയാനത്തെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്? അവരുടെ പ്രതികരണം 2 വാക്കുകളിൽ സംഗ്രഹിക്കാം: ഇൻക്രെഡിബിളി worried. കാലാവസ്ഥ വ്യതിയാനത്തെ നേരിടാൻ സർക്കാരുകൾ വേണ്ടത്ര ചെയ്യുന്നില്ലെന്നാണ് പ്രതികരിച്ചവർ പലതും പറഞ്ഞത്. എല്ലാ രാജ്യങ്ങളിലുമുള്ള പ്രതികരിച്ചവരും കാലാവസ്ഥ വ്യതിയാനത്തെക്കുറിച്ച് ആശങ്കാകുലരായിരുന്നു. വികസന രാജ്യങ്ങളിൽ കാലാവസ്ഥ പ്രതിഘാതങ്ങൾ പൊതുവെ കൂടുതലാണ്. അവിടെ തയ്യാറെടുക്കാനും പൊരുത്തപ്പെടാനുമുള്ള ശേഷി വളരെ ദുർബലമായതുകൊണ്ട്. അതിനാൽ കാലാവസ്ഥ വ്യതിയാനം ലഘൂകരിക്കുന്നതിനും അതിൻ്റെ ആഘാതങ്ങളുമായി പൊരുത്തപ്പെടുന്നതിനും നമുക്ക് അടിയന്തര നടപടി വളരെ അത്യാവശ്യമാണ്. ഈ ജോലി ചെയ്യുന്നതിൽ കുട്ടികളുടെയും യുവാക്കളുടെയും ഇടപെടലുകൾ നാം അംഗീകരിക്കുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും വേണം. അത് പ്രതിരോധ ശേഷിയും പ്രതീക്ഷയും വളരെ വളർത്തുന്നു. അത്തരം പല പരിപാടികളും പ്രോത്സാഹന ജനങ്ങളാണെങ്കിൽ പോലും അവ ആവശ്യമുള്ള എല്ലാ കുട്ടികളിലും എത്തിച്ചേരുന്നില്ല എന്നതാണ് പറയേണ്ടത്. കുട്ടികളിലും യുവാക്കളിലും അവബോധം സൃഷ്ടിക്കുന്നതിനും കാലാവസ്ഥ വ്യതിയാന പ്രശ്നങ്ങൾ അഭിസംബോധന ചെയ്യുന്നതിലും അവരെ പങ്കാളികളാക്കുന്നതിനുമുള്ള ഈ ഉദ്യമത്തിൽ യൂണിസെഫും KLAMSും ചേർന്നു എന്നതിൽ എനിക്ക് വളരെ അതിയായ സന്തോഷമുണ്ട്. ഈ സംരംഭം മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേക്കും കൊണ്ടുപോകുമെന്ന് എനിക്ക് വളരെ ഉറപ്പുണ്ട്. അവസാനമായി, കാലാവസ്ഥ വ്യതിയാനത്തിന് ചെറുക്കുന്നതിന് കുട്ടികൾക്കും യുവാക്കൾക്കും സർക്കാരിനെയും സ്വകാര്യ ഏജൻസികളെയും സഹായിക്കാൻ കഴിയുമോ എന്നതാണ് ഇപ്പോഴുള്ള ചോദ്യം. അതിൻ്റെ ഉത്തരം അതെ എന്നാണ്. കുട്ടികൾക്കും യുവാക്കൾക്കും വളരെ സംഭാവന ചെയ്യാൻ സാധിക്കും. ഞാൻ 2-3 ഉദാഹരണങ്ങൾ മാത്രം ഞാൻ പറയാം. ഒന്ന്, അറിയുക. നോളജ് ഈസ് വെൽത്ത്. അറിവ് വളരെ ശക്തിയാണ്. കാലാവസ്ഥ വെല്ലുവിളികളെക്കുറിച്ചുള്ള ശാസ്ത്രത്തെക്കുറിച്ചും കാലാവസ്ഥാ വ്യതിയാന പ്രശ്നത്തെ അഭിമുഖീകരിക്കുന്നതിൽ എല്ലാ മേഖലകളുടെയും ഉത്തരവാദിത്തത്തെക്കുറിച്ചും കൂടുതൽ അറിയുക. കാലാവസ്ഥ സംവിധാനത്തെ രൂപപ്പെടുത്തുന്ന വിഷയങ്ങളിൽ നിങ്ങളുടെ അഭിപ്രായം പ്രകടിപ്പിക്കുക. സ്പീക്ക് ഇറ്റ് ഔട്ട്. സ്വീഡിഷ് ഹൈസ്കൂൾ വിദ്യാർത്ഥിനി ഗ്രെറ്റ തുൻബെർഗ് നിങ്ങൾക്ക് വളരെ പ്രചോദനമായി ആയ ഒരു വ്യക്തിയായിരിക്കും. 2, സ്വയം ഉത്തരവാദിത്തമുള്ളവരായിരിക്കുക. സെൽഫ് റെസ്പോൺസിബിലിറ്റി. ഭൂമിയിൽ നമ്മുടെ സ്വന്തം വ്യക്തിപരമായ സ്വാധീനത്തിനേറെ ഒരു വ്യക്തിഗത ഇൻവെൻട്രിയുമായി എടുക്കുക. നിങ്ങളുടെ കാർബൺ ഫുട് പ്രിൻറ്റുകൾ നിങ്ങൾക്ക് കണക്കാക്കാം. നമ്മൾ വിമാനത്തിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ടിക്കറ്റിൽ എഴുതിയിരിക്കുന്ന കാർബൺ ഫുട് പ്രിൻ്റ് എന്നുള്ളത്, അങ്ങനെയുള്ള ഒരു സംവിധാനത്തെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ അറിയുക. നിങ്ങൾ ചെയ്യുന്ന ഓരോ ദിവസത്തെ പ്രവൃത്തികളിൽ നിങ്ങൾക്ക് എത്രയാണ് കാർബൺ ഫുട് പ്രിൻ്റ് നിങ്ങൾ കൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്നുള്ള വിവരം നിങ്ങൾ വളരെ ദിവസവും നിങ്ങൾക്ക് അതിനെ മനസ്സിലാക്കാൻ കഴിയും. എന്നിട്ട് നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ സുസ്ഥിരത, സസ്റ്റൈനബിലിറ്റി സ്വീകരിക്കുക. നിങ്ങൾക്ക് സുസ്ഥിരത സ്വീകരിക്കാൻ കഴിയുന്ന വേഗമേറിയതും എളുപ്പവുമായ ചില വഴികൾ ഇനി പറയുന്നവയാണ്. വീട്ടിലും സ്കൂളിലും കോളേജിലും ഊർജം കൂടുതൽ കാര്യക്ഷമമായി ഉപയോഗിക്കുക. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ TV ഓൺ ചെയ്ത് വെച്ചിട്ട് കാണാൻ ആവശ്യമുള്ള ആൾക്കാരെല്ലാം ഓരോ റൂമിലേ ഇരിക്കും. TV അങ്ങ് മാത്രം അത് പാട്ട് കേൾക്കുകയോ പാടുകയോ വർത്തമാനം പറയുകയോ ഒക്കെ ചെയ്യും. അങ്ങനെയുള്ള പല സംവിധാനങ്ങളും നമ്മൾ വീട്ടിൽ നടക്കുന്നുണ്ട്. അവരുടെ ഊർജ്ജത്തെ, എനർജി കൺസർവേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എന്നിട്ട് കാർ യൂസ് ചെയ്യുന്നതിന് പകരം കൂടുതൽ സൈക്കിളിലും പൊതു ഗതാഗതത്തിലും സഞ്ചരിക്കുക. ഇതൊക്കെ വളരെ ചെറിയ കാര്യങ്ങൾ, നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ. കൂടുതൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കുറയ്ക്കുക. വളരെ സാധനങ്ങൾ റീസൈക്കിൾ ചെയ്യുക. റീസൈക്ലിംഗ് ഈസ് എ ഗുഡ് പ്രോസസ്സ്. മരങ്ങളും മറ്റു ചെടികൾ നടുക എന്നത്. എന്നിട്ട് വളരെ അവസാനമായിട്ടൊന്ന് പറയാനുള്ളത് ഭക്ഷണത്തെക്കുറിച്ച്. ഞങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് നമുക്ക് അറിയാം, നമുക്ക് വളരെ രുചിച്ച് നമ്മൾ ആഹാരം കഴിക്കും. പക്ഷേ അതിൻ്റെ പിറകിൽ അതിൻ്റെ ആയിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നതിൽ എത്ര ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ ഉണ്ടാവുമെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. കൃഷി ചെയ്യുക, വെള്ളം നനയ്ക്കുക, കൃഷി ചെയ്യുക, പിന്നെ അതിനെ അങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യുക, പ്രോസസ്സ് ചെയ്യുക, അതിനെ ഭക്ഷണമാക്കുക, പാക്കറ്റിലുണ്ടാക്കുക, ഇതിനൊക്കെ ഓരോ ആക്ടിവിറ്റീസ് ഉണ്ട്. ഇതിനൊക്കെ ഗ്രീൻ ഹൗസ് എമിഷൻ്റെ പോസിബിലിറ്റി ഉണ്ട്. ഇപ്പം ഞാൻ ഏത് ആഹാരം കഴിക്കണം എന്ന് ഞാൻ പറയുന്നില്ല, കാരണം കേരളത്തിൽ അങ്ങനെയൊക്കെ പറഞ്ഞാൽ അതൊരു വലിയൊരു കോൺട്രവേഴ്സി ഉണ്ടാക്കും. ഞാൻ ഏത് ആഹാരം കഴിക്കുന്നത് ഞാൻ പറയുന്നില്ല. പക്ഷെ ആഹാരം കഴിക്കുന്ന വേസ്റ്റ് ഫുഡ് യു ഷുഡ് അവോയ്ഡ്. നമ്മൾ പലപ്പോഴും ആഹാരം കഴിക്കുന്ന ഒരു പ്ലേറ്റിൽ ഒത്തിരി ആഹാരം എടുത്തിട്ട് അതിനെ നമ്മൾ പകുതി കഴിച്ചിട്ട് പകുതി അങ്ങ് കളയുകയാണ്. ഈ വേസ്റ്റ് ഫുഡ് ഒരു രാജ്യമാണെന്ന് ഉദ്ദേശിക്കുകയാണെങ്കിൽ ചൈനയ്ക്കും അമേരിക്കയ്ക്കും
ശേഷം മൂന്നാമത്തെ സ്ഥാനമാണ് ഈ വേസ്റ്റ് ഓഫ് ഫുഡ് വേസ്റ്റ് ഇസ് കൺട്രിബ്യൂട്ടിങ് ടു ദ ഗ്രീൻ ഹൗസ് എമിഷൻ. അത്രയ്ക്ക് അതിൻ്റെതായിട്ടുള്ള നാശനഷ്ടങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. അതുകൊണ്ട് നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ നമുക്ക് കഴിക്കാവുന്നത് മാത്രം പ്ലേറ്റ് എടുക്കുക, പ്ലേറ്റ് എടുക്കുന്നത് അത്രയും അത് ആഹാരം കഴിക്കുക. അങ്ങനെയുള്ളൊരു ഒരു ജീവിത രീതി നമുക്ക് ചെറുപ്രായത്തിലേ നമുക്ക് തുടങ്ങാം. നല്ലൊരു കാര്യമായിരിക്കും. എന്നിട്ട് വീണ്ടും ഒരിക്കൽ കൂടി ഞാൻ യുനിസെഫിനും കേരള ആംസിനും നന്ദി പറയുന്നു. കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് കൂടുതൽ അവബോധം സൃഷ്ടിക്കാൻ ഇത്തരം പരിപാടികൾ ഇനിയും നിരവധി നഗരങ്ങളിലേക്ക് സംസ്ഥാനങ്ങളിലേക്കും കൊണ്ടുപോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് ജീവിക്കാൻ മറ്റൊരു ഗ്രഹവുമില്ല. വി ഡോണ്ട് ഹാവ് എ പ്ലാനറ്റ് ബി. വി ഹാവ് ഓൺലി വൺ പ്ലാനറ്റ് ടു ലീവ്. ദാറ്റ്സ് അവർ ബ്യൂട്ടിഫുൾ blue planet Earth. So we should protect our blue planet Earth, and whatever we can do together, we should do. And time is passing out. We have been telling you 10 years back, we have been telling we have still time. We don't have time. We don't have time. And it's a time for proper climate action. We all should get together and do whatever you can contribute to the climate action activity. You should not depend only government can do something. We as a person, as a responsible citizen, we also have responsibility to contribute. With this, I will stop here. Thank you very much. Jai Hind. Thank you, sir. സന്ദേശം നൽകുന്നതിനായി ബഹുമാനപ്പെട്ട കമ്മീഷണർ ദുരന്ത നിവാരണം ഡോക്ടർ എ കൗശികൻ അദ്ദേഹത്തെ ക്ഷണിച്ചുകൊള്ളുന്നു. ഇന്നത്തെ ചടങ്ങിൻ്റെ അധ്യക്ഷൻ ബഹുമാന്യനായ ഡെപ്യൂട്ടി സ്പീക്കർ ശ്രീ ചിറ്റയം ഗോപകുമാർ സർ അവർകൾ, ഇന്നത്തെ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ സാർ അവർകൾ, ചെയർമാൻ എൻവയോൺമെൻറ്റ് കമ്മിറ്റി കേരള നിയമസഭ ശ്രീ ഇ കെ വിജയൻ സാർ അവർകൾ, വേദിയിലുള്ള വിശിഷ്ട വ്യക്തികളെ, ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾ, ഈ പരിപാടിയിൽ എത്തിച്ചേർന്നിട്ടുള്ള യൂണിസെഫിൻ്റെ ഭാരവാഹികൾ, ഏവർക്കും നമസ്കാരം. ആദ്യമായിട്ട് ഐ തിങ്ക് ഐ നീഡ് ടു കൺഗ്രാറ്റുലേറ്റ് UNICEF as well as KSDMA as well as KLAMS for this wonderful initiative, and also the vibrant participation that has come from youth as well as children. I congratulate each one of you for having made this a grand event. ഒരുപാട് തോട്ട്സ് ഇന്ന് ഐ തിങ്ക് പരസ്പരം ഷെയർ ചെയ്തിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു. സിവിലൈസ്ഡ് ഹ്യൂമൻ ബീയിങ്സ് ഒരു കാര്യത്തിലെങ്കിലും ആനിമൽസേക്കാളും സ്മാർട്ട് അല്ല എന്ന് വെച്ചാൽ they are not at least some civilized human beings are not as smart as animals, terrestrial animals, when it comes to one thing. They are not as climate smart as animals. അത് ഏത് വിഷയത്തിൽ നോക്കിയാൽ the way we manage our excreta, the way civilized men handle the way humans handle excreta is നമ്മളെല്ലാവരും you will all get surprised if you know that every human being on an average would excrete about 52 grams of dry matter in a day. അത്രയേ ഉള്ളൂ. ഇതിന് നമ്മൾ 5 ലിറ്റർ വെള്ളത്തിൽ ഇങ്ങനെ we mix it and then we take it across the city, we call it a sewer line, and then we take it to the periphery of the town and then we say we are decomposing it, and then we are actually letting loose carbon dioxide as well as methane if it is an anaerobic process. And then further there is still some tertiary treatment left, which is all again energy intensive, and then we finally deposit it into the sea.
But terrestrial animals don't do that. They just desiccate it in the sun and then they leave it there. They don't pollute water. I mean, space scientists have been going to astronauts have been going to, cosmonauts have been going to space. There is some method by which they are handling their excreta. They generally collect it in, at least earlier times, they collect it in, polythene bags with, chemicals which would degrade that material, and then, when it is time for the next sortie of, space, next sortie varumbo, adu poittu collect cheythu, they bring it back to Earth. Adana oru system. Appo angane actually water illade namakku manage cheyan pettum. There are ways with, we need to just autoclave or dry it, desiccate it thoroughly and make it, sanitize it, in the sense, see that it doesn't have microbes which can still keep generating, infection. Angana oru heat treatment and then use it as manure right away. But the way, cradles of civilization, we have associated cleanliness with water. Our scriptures have taught us to associate cleanliness with water. Civilizations have developed across, the banks of rivers, so water was plenty, and polluting it was not an issue when the civilizations developed. But today, that is not the situation. അതുകൊണ്ട് അങ്ങനെ ഒരു ചെറിയ message, just to ignite some thoughts and then just fodder for some rumination. അത്രമാത്രം പറഞ്ഞുകൊണ്ട്, improvised, nano-coated toilets, which will just take it, not mix it with water. Mixing feces with water is a very dangerous proposition, but that is the way we manage our excreta. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് maybe there is some thought that can be applied to it. ഇതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ maybe നമുക്ക് ഡിസീസ് സ്പ്രെഡ് കുറയ്ക്കാം. നമ്മൾ AMR എന്ന് പറയുന്ന antimicrobial resistance issues, we can protect rivers. The carbon is sequestered for a longer time in soil. Otherwise, if you had mixed it with water, microbial decomposition nadakkum, pinna adinte carbon dioxide methane umayittu we are actually contributing. Adinu pagaram carbon dioxide, carbon would stay sequestered for a longer time in the solid phase. So oru cheriya oru thought for food for thought paranjukonde ende vaakil nirthunu. Thank you very much. Thank you, sir. അടുത്തതായി സന്ദേശം നൽകുന്നതിനായി ബഹുമാനപ്പെട്ട ഡയറക്ടർ കേരള യൂത്ത് ലീഡർഷിപ്പ് അക്കാദമി ഡോക്ടർ ജെറോമിക് ജോർജ് അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ഈ വേദിയിൽ നമ്മുടെ ഈ ചടങ്ങിൽ നമ്മുടെ പ്രസംഗം നടത്തിയത് ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി സ്പീക്കർ ശ്രീ ചിട്ടയം ഗോപകുമാർ അവർ, ഇനോഗ്രൽ അഡ്രസ് നടത്തിയ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ അവർ, ഓണറബിൾ ചെയർമാൻ എൻവയറമെൻറ്റ് കമ്മിറ്റി ലെജിസ്ലേറ്റീവ് അസംബ്ലി ശ്രീ കെ വിജയൻ അവർ, മറ്റ് വ്യക്തികൾ, സുഹൃത്തുക്കൾ, സഹോദരിമാർ എല്ലാവർക്കും എൻ്റെ വിധമായി നമസ്കാരം. നമ്മുടെ ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ച് അസംബ്ലിയിൽ നടത്തിയ ആദ്യമായിട്ട് നമ്മുടെ യുനിസെഫും ആൻഡ് കേരള നിയമസഭ രണ്ടുപേർക്കും ഞാൻ ഡയറക്ടർ നിലയിൽ ഞാൻ അഭിനന്ദിക്കുന്നു. അതുകൂടാതെ തന്നെ ഇന്ന് പലതരത്തിലും പല വിധത്തിലുള്ള ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ഇന്ന് അതിൽ പ്രധാനമായിട്ട് രണ്ട് ഐഡിയാസ് ഇവിടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട്. ഒന്ന്, ക്ലൈമറ്റ് ചേഞ്ച് അംബാസിഡേഴ്സ് വേണം, അത്യാവശ്യമാണ്. അതുകൂടാതെ തന്നെ എന്തെങ്കിലും തരത്തിൽ യുവാക്കളെ ഇങ്ങനെ ക്ലൈമറ്റ് ചേഞ്ച് അംബാസിഡേഴ്സ് ആക്കിയാൽ അവരെ ഒരു റെക്കഗ്നിഷൻ കൊടുക്കണം, അത്യാവശ്യമാണ്. ഇപ്പം കേരള യൂത്ത് ലീഡർഷിപ്പ് അക്കാഡമി കോയിൻസിഡൻ്റ്ലി ഈ ഒരു വിഷയത്തിനെക്കുറിച്ച് ഒരു പ്രാഥമികമായിട്ട് ഒരു ആലോചന നടത്തിയിട്ടുണ്ട്. ആൻഡ് ഈ സജഷൻസിനെ ബേസിസ് സ്വാഭാവികമായിട്ട് നമുക്ക് ഇതിനൊരു പോളിസി ആക്ഷൻ വേണം, ഒരു കൺസ്ട്രക്റ്റീവായിട്ടൊരു പോളിസി ആക്ഷൻ അത്യാവശ്യമാണ്. സോ ഒരു കോൺസെപ്റ്റ് നമ്മളിപ്പോൾ പുട്ട് ഫോർവേഡ് ചെയ്യുന്നത് അതാണ്, ദാറ്റ് ബേസിക്കലി ഒരു ക്ലൈമറ്റ് ചേഞ്ച് യൂത്ത് ആക്ഷൻ വോളണ്ടിയർ ടാസ്ക് ഫോഴ്സ് കേരളത്തിൽ രൂപീകരിക്കാനാണ് ഒരു ഉദ്ദേശ്യം. അതിൻ്റെ ഭാഗമായിട്ട് ഓരോ പഞ്ചായത്തിൽ ഒരു one youth will be designated as ഒരു volunteer, ഒരു ambassador for climate change Keralathil. And not only there will be just a voice for whatever that is happening with respect to climate change at the local community level, but also at the same time there will be agents for change as well.
So the current generation is not only just the victims of climate change, but they can also be mobilized, as has been rightly pointed out in this climate change assembly, that they can also put forward actions and suggestions and not only bring about change, but also ensure that the policymakers at the government, we get direct inputs based on which we can actually, bring about adaptive as well as mitigative measures for combating climate change, both of which are equally important. So that is one thing. രണ്ടാമത്തെ ഒരു സജഷൻ ഇവിടെ അവതരിപ്പിച്ചതായിരുന്നു സോഷ്യൽ റെക്കഗ്നിഷൻ അത്യാവശ്യമാണ്. നമ്മൾ ഏതെങ്കിലും ഒരു പ്രോഗ്രാം ഒരു സ്കീം നടത്തിയാൽ അത് NSS ആണോ അല്ലെങ്കിൽ സിവിൽ ഡിഫൻസ് ഫോഴ്സ് ഇവിടെ ഇരിക്കുന്ന വോളണ്ടിയേഴ്സ് ആണോ അല്ലെങ്കിൽ വേറെ ഒരുപാട് വോളണ്ടിയർ ഫോഴ്സസ് ഉണ്ട് കേരളത്തിൽ, അവർക്ക് സോഷ്യൽ റെക്കഗ്നിഷനും ആക്സെപ്റ്റൻസ് വളരെ അത്യാവശ്യമാണ്, ഒരു അപ്രീസിയേഷൻ അത്യാവശ്യമാണ്. So we are also bringing foot forward the idea of social credits, wherein which whatever time and the energy and the input that a volunteer is putting forward for in this particular this concept that we're bringing about as that is a climate change action volunteer task force, they'll be getting social credits, something similar to what our educational സ്ഥാപനങ്ങളിൽ our education institutions we get something like as an educational credit. A credit is basically whatever that you earn based on how much time you spent in doing a particular course. So അങ്ങനെ ഒരു social credit നമുക്ക് ഒരു credit bank ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ we can perhaps utilize that credit for getting them different kinds of giving them different kinds of rewards and recognition. So with this idea that we are putting forward, hopefully ഇതിൻ്റെ ഒരു പൈലറ്റ് നമുക്ക് ഈ ഒരു വർഷം നമുക്ക് നടത്താൻ സാധിക്കും. അങ്ങനെ സാധിച്ചാൽ ഇതിൻ്റെ ഒരു കൺസ്ട്രക്റ്റീവായിട്ട് നമ്മുടെ ഭാഗത്ത് നിന്ന് കേരള യൂത്ത് ലീഡർഷിപ്പ് അക്കാഡമിയുടെ ഭാഗത്ത് നമുക്ക് ഇതിന് നല്ല രീതിയിൽ ഈ ഒരു ആശയം നമുക്ക് മുന്നോട്ട് വെച്ചിട്ട് ഇത് നല്ല കൺസ്ട്രക്റ്റീവായിട്ട് നമുക്കൊരു പ്രൊജക്റ്റായിട്ട് പദ്ധതിയായിട്ട് കൊണ്ടുവരാൻ സാധിക്കും. ഞാൻ വീണ്ടും യൂണിസെഫും കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി മീഡിയ ആൻഡ് പാർലമെൻറ്റ് സ്റ്റഡീസിനും ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഡയറക്ടർ നിലയിൽ അഭിനന്ദിച്ചുകൊണ്ട് എൻ്റെ നന്ദി അറിയിച്ചുകൊണ്ട് ഇന്ന് വാക്കിൽ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. തുടർ പ്രവർത്തനം സംബന്ധിച്ച് പ്രഖ്യാപനം നടത്തുന്നതിനായി യുണിസെഫ് ഓഫീസ് കേരള തമിഴ്നാട് ചീഫ് സോഷ്യൽ പോളിസി ശ്രീ KL റാവുവിനെ ക്ഷണിച്ചുകൊള്ളുന്നു. Good evening, everybody. In the interest of time, instead of taking name of each person who is present on the dais, I thank all the dignitaries who are present on the dais and also youngsters who are here today as part of the UNICEF journey, which started on this particular event, started way back in December 2021. A small discussion, a small word. We spoke on that day and said, can we do something on World Environment Day on June 5th, 2022? And I think aptly it is named as Sprout. So this Sprout, we wanted to grow and also provide a platform for youngsters. Since morning, we have been hearing many of the speakers talking about how our generation has not been very sensitive to climate change. Unfortunately, though I don't want to say this, but even now when we have provided a platform for you in the afternoon, I think we spoke more than heard from you. So we take it as a feedback in terms of how we need to conduct sessions with youngsters and with children. I hope you had enough opportunity to at least provide some of your inputs, and we'll continue to create a platform in taking forward inputs that we have received today. So broadly, I'll just quickly run through some of the inputs that we have received, and these are some of the areas of broad cooperation with the government of Kerala, which is going to evolve over a period of next 5 years. We are going to enter, UNICEF is going to enter into a new country program in 2023, January 2023 for 5 years. So these inputs are very valuable and they will enter into that program. On the health side, data management and planning for better health service preparedness and also system strengthening. On WASH, enhancing the skills of young people to ensure they are conscious about conservation. On education, developing a framework for comprehensive school safety and also system strengthening to address emotional well-being.
On child protection, prepare innovative models to support protection of vulnerable children, and also work with children protection agencies and community level bodies. With respect to social protection, develop local self-government level platforms for young people to engage in local level climate resilient community plans, and also promote better budgetary allocations across various sectors. YUVA, which is our platform for engagement with youth, expand the reach of YUVA networks to promote use of available and new tools for coping mechanism among young people, and strengthening linkages with government and private sector for creating green jobs and promoting youth participation in government boards. With this, we take these suggestions forward and hope to draw up a long-term engagement with the government of Kerala on climate change. Thank you. Thank you, sir. നന്ദി പ്രകാശിപ്പിക്കുന്നതിനായി എക്സിക്യൂട്ടീവ് ഡയറക്ടർ KLAM ശ്രീമതി മഞ്ജു വർഗീസ് ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ശ്രീ ചിറ്റയം ഗോപകുമാർ സർ, ഇവിടെ സന്നിഹിതനായിരുന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ സാർ, എൻവയോൺമെൻറ്റ് കമ്മിറ്റി ചെയർമാൻ ശ്രീ കെ വിജയൻ സാർ, വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ടാതിഥികളെ, കുട്ടികളെ, നിങ്ങൾക്ക് ഏവർക്കും നമസ്കാരം. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഇന്ന് KLAMസും യൂണിസെഫും സംയുക്തമായി സംഘടിപ്പിച്ച നാമ്പ് എന്ന ഏകദിന പരിപാടി ഇവിടെ പര്യവസാനിച്ചിരിക്കുകയാണ്. പരിപാടിയുടെ പ്രാരംഭ ചർച്ചകളിൽ ബഹുമാനപ്പെട്ട സ്പീക്കർ നിർദ്ദേശിച്ചിരുന്ന ഒരാശയമാണ് ചിൽഡ്രൻ ആസ് ക്ലൈമറ്റ് അംബാസഡേഴ്സ് എന്ന്. സംസ്ഥാനത്തെ വിവിധ ഇടങ്ങളിൽ നിന്നും എത്തിയ വിദ്യാർത്ഥികൾ, യുവജനങ്ങൾ ഈ പരിപാടിയിൽ നിന്നും ലഭിച്ച അറിവും ഉണർവും സംസ്ഥാനത്തുടനീളം പകർന്നു നൽകി ക്ലൈമറ്റ് അംബാസഡേഴ്സായി പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കുന്നു. യൂണിസെഫ് എന്നും KLAMസുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഇന്ന് കേരള നിയമസഭയിൽ ഇങ്ങനെ ഒരു സെമിനാർ നടത്തുവാൻ യൂണിസെഫ് എടുത്ത ഇനിഷ്യേറ്റീവിന് ഹൃദയം നിറഞ്ഞ ഭാഷയിൽ നന്ദി പ്രകാശിപ്പിക്കുന്നു. തുടർന്ന് വിവിധ പരിപാടികൾ കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി മീഡിയ ആൻഡ് പാർലമെൻ്ററി സ്റ്റഡീസ് സെൻറ്ററുമായി ചേർന്ന് നടത്തുവാൻ സാധിക്കട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. We look forward to jointly organize with UNICEF more such programs in future. ഇന്ന് എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. ഇന്ന് ഈ സംഭാവന പരിപാടിയുടെ അധ്യക്ഷ പ്രസംഗം നടത്തിയ ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി സ്പീക്കർ ശ്രീ ചിറ്റയം ഗോപകുമാർ സാറിന് നന്ദി പ്രകാശിപ്പിക്കുന്നു. കൂടാതെ ഉദ്ഘാടന പ്രസംഗം നിർവഹിച്ച പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ സാർ, ആശംസാ സന്ദേശങ്ങൾ നൽകിയ പരിസ്ഥിതി സമിതി അധ്യക്ഷൻ ശ്രീ കെ വിജയൻ സാർ എന്നിവർക്കും KLAMസിൻ്റെ പേരിൽ നന്ദി പ്രകാശിപ്പിക്കുന്നു. I on behalf of KLAMs also thank Dr. M. Rajivan, then Dr. A. Kausigan, Sri Dr. Jeremic George, and also Sri K.L. Rao sir. ഈ പരിപാടി സംഘടിപ്പിക്കുന്നതിനായി സഹകരിച്ച IT വിഭാഗം, PW വിഭാഗം, ഹൗസ് കീപ്പിംഗ്, പിന്നെ ഇതിന് ഇത് കംപ്ലീറ്റ് കവർ ചെയ്ത മീഡിയ പ്രവർത്തകർ എന്നിവർക്കും KLAMസിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. Hello ma'am, ban. She is really an inspiration for all the children and all of us are present. We were really watching that. She is in full time she was here encouraging, interacting with children and all other people. It was really an inspiring notion to know about you. So thank you all. Nandi, namaskar. Thank you, ma'am. Let's all stand up for the national anthem. अधिनायक जय हे भारत भाग्य विधाता, पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा, विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा, तव शुभ नामे जागे तव शुभ आशीष मांगे, गाहे
गाहे तव जय गाथा। जनगण मंगलदायक जय हे भारत भाग्य